മനസ്സിൽ നീ നിറയും നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം. തിരമാലകളെ ആർപ്പുനാദം കേട്ടില്ലേ കേട്ടില്ലേ കേൾക്കുന്നില്ലേ വെല്ലുവിളികൾ നിന്റെ മുമ്പിലാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം വിളിച്ചു പറയുന്നു, ബേത്ലഹേമേ നീ പതറണ്ട, നിനക്കൊരു വാഗ്ദത്തമുണ്ട്. യേശു എന്ന രാജാവ്, he is the king of kings and the lord of lords. ലോക പ്രശസ്തനായ കർത്താവിന്റെ ദാസൻ സാമുവേൽ അവர்கள் ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ പ്രസംഗിക്കാൻ വരാൻ പോവുകയാണ്. അൻസൻ സാമുവേൽ അവர்கள். സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? എങ്കിലെ കരങ്ങളൊന്നും അടിച്ചേ. പോരാ പോരാ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ സാമുവേൽ അവர்களെ ഞാൻ സ്വാഗതം ചെയ്തു. കർത്താവ് സഹായിക്കട്ടെ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് വീണ്ടും നമ്മുടെ കരങ്ങളെ അടിക്കാം. ഒരുമിച്ച് അൻസൻ കെ സാമുവേൽ അവർ. അനുഗ്രതമായ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്ന ഏവർക്കും യേശുവിൻ നാമത്തിലുള്ള വാർത്തകൾ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ചില വ്യക്തികളെ ഞാൻ എടുത്തെന്ന് പറയട്ടെ. ഇന്ന് രാത്രിയിൽ എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. എൻ്റെ ഫാദറും എൻ്റെ ഫാദറിൻലോയും എൻ്റെ കുടുംബാംഗങ്ങളും ഇവിടെ ഉണ്ട്. മാത്രമല്ല, ആദ്യമായിട്ട് എൻ്റെ ഫാദറിൻ്റെ ബ്രദർ, ഫാദറിൻ്റെ മൂത്ത സഹോദരൻ ഞങ്ങളുടെ അപ്പച്ചൻ ഇവിടെ ഉണ്ട്. അവർക്കായൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ രവി ഇന്ന് രാത്രി മീറ്റിംഗിന് മാത്രം വളരെ തിരക്കുള്ള ഒരു ശുശ്രൂഷയിലായിരിക്കും ദൈവദാസനാണ്. താൻ കന്നഡ ചർച്ചിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ കന്നഡ ചർച്ചിന്റെ പാസ്റ്റർ മാത്രമല്ല, താൻ കർണാടകയുടെ ഉണർവിൽ നിശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസനും കൂടെയാണ്. കന്നഡക്കാരുടെ ഇടയിൽ സുവിശേഷം എത്തിക്കുവാൻ ഓരോ ഡിസ്ട്രിക്റ്റായിട്ടും അവര് ശക്തമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഗുൽബർഗയിൽ അവിടെ ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് താൻ ഇങ്ങോട്ട് വന്നത്. ദൈവം ശക്തമായി തന്നെ മാനിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പേ ഈ കാട്ടാക്കടയിൽ ഒരു 18 വയസ്സ് കാണുമെന്ന് ഈ നാട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് ശുശ്രൂഷിപ്പാൻ അനേക വർഷങ്ങൾക്ക് മുമ്പേ. അതിനുശേഷം ഇപ്പോഴാണ് പിന്നെ ഒരു പ്രാവശ്യം കാട്ടാക്കടയിലേക്ക് ഞാൻ വരുന്നത്. ഇന്ന് രാത്രികാലം ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ദൈവിക പ്രവൃത്തികൾ ഇവിടെ നടക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി ഒന്ന് പറഞ്ഞോട്ടെ. നാളെ രാവിലെ നടക്കുന്ന മീറ്റിംഗിൽ ദൈവമക്കൾ കടന്നു വരാൻ കഴിയുന്നിടത്തോളം ജനം കടന്നു വന്നാട്ടെ. ശുശ്രൂഷകന്മാർക്കും വിശ്വാസികൾക്ക് വേണ്ടി പ്രധാനമായി എടുക്കുന്ന മീറ്റിംഗ് ആയിരിക്കും. ദൈവിക ശക്തിയേറിയ ദൈവിക പ്രവർത്തികൾ നടക്കുന്ന കാണുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ദൈവം ചെയ്യും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. എനിക്കറിയാം മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ക്രമീകരിച്ച പാസ്റ്റർ എലീഷ അവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. ഫോണിൽ കൂടെ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതല്ലാതെ ഇന്നാദ്യമായിട്ടാണ് നേരിൽ കാണുവാൻ ദൈവം അവസരമൊരുക്കിയത്. ഈ ദിവസങ്ങളിൽ ദൈവം പകരുന്ന എല്ലാ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഒരു കാര്യം തുടക്കത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ. ഇതുപോലത്തെ മീറ്റിങ്ങുകളിൽ ഈ ദിവസങ്ങളിൽ എനിക്ക് എല്ലാ മീറ്റിങ്ങുകൾ കടന്നു വരുവാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഇതിനേക്കാളും കൊച്ചു മീറ്റിങ്ങുകൾക്ക് ഞാൻ വന്നിട്ടുമുണ്ട്. സ്തോത്രം. എന്നാൽ ഏറ്റവും പ്രധാനമായി ദൈവനിയോഗമുണ്ടെങ്കിൽ 1-2 ദിവസത്തേക്ക് വേണ്ടി ഞാൻ കടന്നു വരുന്ന പതിവുണ്ട്. എല്ലാ മീറ്റിങ്ങുകൾക്കും ഡേറ്റുകൾ കൊടുക്കുവാൻ കഴിയാറുമില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, ദൈവം ഒരു സ്ഥലത്തേക്ക് എന്നെ അയക്കുകയാണെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിന് എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ കാണുന്ന പ്രധാനമായി നടക്കുന്ന 1-2 സംഭവങ്ങൾ. ഒന്ന്, ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ
ദൈവാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുകയും മാത്രമല്ല മീറ്റിംഗിന് ശേഷം ദൈവ സാന്നിധ്യം അവിടെ തുടർന്ന് വ്യാപരിക്കുന്ന സാക്ഷ്യങ്ങൾ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുവാൻ ഇടയാകുന്നു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഞായറാഴ്ച കാട്ടാക്കടയിൽ ഈ മീറ്റിംഗ് തീരുകയില്ല. ഇതിന് ശേഷം ദൈവാത്മാവിന്റെ പ്രവർത്തനം പല സ്ഥലങ്ങളിൽ വ്യാപരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കാൻ മടിയില്ലാത്ത ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളുടെ അകത്തും ദൈവ പ്രവൃത്തി ശക്തമായി വ്യാപരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ചില വർഷങ്ങൾക്ക് മുമ്പേ, എനിക്ക് 3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പഞ്ചാബിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നുപോയ ആ സമയങ്ങൾ ഞാൻ ഓർക്കുന്നു. അന്ന് വലിയ പോലീസ് അകമ്പടിയോട് എനിക്ക് തന്നെ ബ്ലാക്ക് കമാൻഡോസും മറ്റും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി നടന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ഒത്തിരി പോലീസ്, ഞാൻ താമസിക്കുന്ന വീടിന്റെ ചുറ്റും തോക്കുധാരികളായ പോലീസുകാരൊക്കെ നിൽക്കുന്ന ഒരു പ്രത്യേക സംഘർഷം നിറഞ്ഞ ഒരു സമയത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. അന്ന് രാത്രിയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ രോഗികളെ മുന്നോട്ട് പിടിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എന്നാൽ അത് മാത്രമല്ല, ഗവൺമെന്റിന്റെ ഒരു നിയമിക്കപ്പെട്ട വക്താവ് ആ മുമ്പിലിരുന്ന് സകലതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് ഗവൺമെന്റ് തലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ്. എനിക്ക് സന്തോഷം തോന്നി. ഇവിടെ പ്രസംഗം നടക്കുമ്പോൾ അടുത്ത ദിവസങ്ങൾ മന്ത്രിമണ്ഡലങ്ങളിൽ ഈ പ്രസംഗം കേൾക്കാൻ പോവുകയാണ്. സ്തോത്രം. അതൊരു സന്തോഷമായിരുന്നു. ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് രോഗികൾക്ക് വേണ്ടി ചില രോഗികൾ ദൈവം സൗഖ്യമാക്കി. എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, ആരെയും മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന സ്ട്രിക്റ്റ് നിയമമുണ്ട്. ബോംബ് സ്ക്വാഡും മറ്റും ഒക്കെ ഉണ്ട്. ഒരു വലിയ പോലീസിന് ഒരു വലിയ 100 കണക്കിന് പോലീസുകാർ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. സ്തോത്രം. ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാസ്റ്റർമാരോട് ആവശ്യപ്പെട്ടു. എന്നോട് എൻ്റെ കൂടെ അന്ന് ന്യൂഡൽഹിയിലുള്ള തോമസ് ജോർജ് പാസ്റ്റർ ഉണ്ട്. ഞാൻ പാസ്റ്ററെ, ദൈവാത്മാ നയിക്കുകയാണെങ്കിൽ ആൾക്കാരെ മുന്നോട്ട് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് ശ്രദ്ധിച്ചോണം, ദൈവം നടത്തുകയാണെങ്കിൽ പാസ്റ്റർ ദൈവാത്മാ നടത്തുന്ന പോലെ മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ മീറ്റിംഗ് തീരാറാകുമ്പോൾ പെട്ടെന്ന് ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയും യേശുവിന്റെ നാമം ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 വ്യക്തികളിൽ നിന്ന് ദുർഭൂതങ്ങൾ അലറി ആ വ്യക്തികൾ മുമ്പിൽ കെട്ടിയിരുന്ന കയറുകളൊക്കെ പൊട്ടിച്ച് മുന്നോട്ടൊന്ന് വീഴുകയാണ്. എനിക്ക് ആൾക്കാരെ വിളിക്കരുതെന്ന് നിയമം ഉണ്ടെങ്കിലും ഭൂതത്തിന് മുന്നോട്ട് വരാതിരിക്കാൻ പോലീസിന് തടയാൻ പറ്റത്തില്ല. സ്തോത്രം. ഭൂതം മുന്നോട്ട് വന്ന് കയറൊക്കെ പൊട്ടിച്ചപ്പോഴത്തേക്ക് ആൾക്കാരും കൂടെ വന്നു. താമസിക്കാതെ പോലീസുകാർ എന്റെ ചുറ്റും എനിക്ക് കാവൽ തരാൻ വേണ്ടി നിന്നു. എന്നാൽ രോഗികളായ ചിലർ അവിടെ സൗഖ്യമായെങ്കിലും പിന്നത്തേതിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വിളിച്ച് സാക്ഷി പറയിപ്പിക്കുക ഒന്നും പറ്റിയില്ല. ഒരു കാര്യം ഞാൻ കേൾക്കാനിടയായി. അതിനുശേഷം ഞാൻ കടന്നുപോയ ശേഷം സ്തോത്രം, വീടുകളുടെ അകത്ത് രോഗസൗഖ്യങ്ങൾ നടക്കാൻ തുടങ്ങി. സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ശക്തമായ ദൈവിക വിടുതലുകൾ എടുത്തോണ്ട് വന്ന വ്യക്തികൾ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ഒരു സൗഖ്യവും ഇല്ലാതെ വീട്ടിൽ തിരിച്ചു ചെന്ന ശേഷം ആദ്യമായി എഴുന്നേൽക്കാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ വിശ്വസിക്കും ഇന്ന് രാത്രികാലം ഇവിടുന്ന് ഒരു ആത്മ നദി ഒഴുകാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സംതിങ് പവർഫുൾ, ശക്തിയേറി എന്തോ ദൈവം ചെയ്യുന്നതായിട്ട് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഓ സ്തോത്രം, സ്തോത്രം. രണ്ടാമതായി സ്തോത്രം, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അന്ന് ആ മീറ്റിംഗിൽ ദൈവപ്രവൃത്തി നടക്കുക മാത്രമല്ല അനേക യേശുവിലേക്ക് വരാൻ തുടങ്ങി. ഈ പ്രാവശ്യം ഞാൻ വീണ്ടും പഞ്ചാബിലേക്ക് ചെന്നു. പാസ്റ്റർ രവി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചെന്നു. ഞങ്ങൾക്ക് ഇന്ന് പഞ്ചാബിൽ തന്നെ 70 ചർച്ചുകൾ സ്തോത്രം ദൈവം നൽകി കഴിഞ്ഞു. സ്തോത്രം. ഒറ്റ ദൈവിക പ്രവർത്തനം ആ സ്ഥലത്തിന്റെ അവസ്ഥയെ ദൈവം മാറ്റി. ഞാൻ വിശ്വസിക്കും ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു മീറ്റിംഗ് അല്ല, ഇവിടെ നടക്കാൻ പോകുന്ന ഒരു ഉണർവാണ്. സ്തോത്രം. വ്യക്തമായൊരു മൂവ് ദൈവം അയക്കാൻ പോകുക. വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ശബ്ദം ഈ നാട്ടിൽ നിന്ന് ഉയരട്ടെ. വിശ്വസിക്കുന്നവരുടെ ഹല്ലേലൂയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിശ്വസിക്കുന്നവരുടെ ആമീന് ഒരു ശക്തിയുണ്ട്. എല്ലാരും പ്രൈസ്തലോട് പറയുന്ന പോലല്ല. വിശ്വസിക്കുന്ന ദൈവവൈതൽ പ്രൈസ്തലോട് പറഞ്ഞാൽ പാതാള ഗോപുരങ്ങളെ ഇളക്കി മറിക്കുന്ന ശക്തിയാണ് ആ ആരാധനയ്ക്കുള്ളത്. അതുകൊണ്ട് ദൈവമക്കൾ വിശ്വസിക്കുന്നവരുടെ ശബ്ദം. ഓ സ്തോത്രം. രണ്ടാമതായി ഈ ദിവസം ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞ എല്ലാ മീറ്റിങ്ങുകൾക്കും ചിലപ്പോൾ വലിയ മീറ്റിങ്ങുകൾക്ക് വിളികൾ വരാറുണ്ട്, അതിനും പോകാൻ സാധിക്കുകയില്ല. സ്തോത്രം. ഇന്ന് ഞാൻ വരുന്ന പല മീറ്റിങ്ങിൽ നിന്ന് കാണുന്ന ഒരു പ്രത്യേകത, സ്തോത്രം, ദൈവമായി ചെയ്യുന്ന കാര്യമാണ്. സ്തോത്രം. ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ശക്തരായ ദൈവദാസന്മാർ അതിനെ ആ സ്ഥലത്തു എഴുന്നേറ്റ് അവരിൽ പലരുന്ന് ലോക രാജ്യങ്ങളിൽ പോകുന്ന ശുശ്രൂഷകന്മാരായി മാറുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. ഇന്നലെ രാത്രി ഞാൻ ദുബായിലായിരുന്നു. ദുബായില്
ഞാനായിരുന്നപ്പോൾ സ്റ്റാറോസിന്റെ ബ്രദർ സിറിൽ എന്നോടൊന്ന് പറഞ്ഞു, അന്ന് കൊല്ലത്ത് നടന്നൊരു മീറ്റിംഗിൽ, എനിക്കറിയാം ചിലരെങ്കിലും അറ്റൻഡ് ചെയ്ത് കാണും, 3-4 വർഷങ്ങൾക്ക് മുമ്പേ കൊല്ലത്ത് നടന്ന മീറ്റിംഗിൽ അന്ന് ആണ് ഒരു ദൈവവൈതലിനെ ദൈവം തൊടുന്നത്. സ്തോത്രം. ശക്തമായൊരു പകർച്ച ഒരു ബ്രദറിന്റെ മേൽ വ്യാപരിച്ചു. ആ ബ്രദറിന്റെ പേരാണ് റെയ്സൻ തോമസ്. അന്ന് റെയ്സൻ സിറിലിനോട് ഒന്ന് പറഞ്ഞ വാക്കിയതാണ്, ഈ മീറ്റിംഗ് മറ്റാർക്ക് വേണ്ടിയുമല്ല, എനിക്ക് വേണ്ടിയ ദൈവമാക്കിയത്. സ്തോത്രം. ഇന്ന് ഞാൻ പലയിടങ്ങളിൽ ചെല്ലുമ്പോൾ റെയ്സനെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാനിടയാകും. ഞാൻ പറഞ്ഞെന്തുവാണ്, ഇന്ന് രാത്രി ഒറ്റ ആത്മപകർച്ച ഇവിടെ നടന്ന എന്റെ അവസ്ഥ മാറുമെന്ന് വിശ്വസിക്കാൻ കഴിവുള്ള ദൈവമക്കൾ മാത്രം ഉറക്കെ രാമീം പറഞ്ഞ. അതുകൊണ്ട് ഈ മീറ്റിംഗ് തുടരുമ്പോൾ ആർക്കെങ്കിലും ആരാധിക്കണമെങ്കിൽ, ദൈവശക്തി പ്രാപിക്കണമെങ്കിൽ, എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ അതിനൊക്കെയുള്ള അവസരം ഇന്ന് രാത്രിയിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ആരെയും നിങ്ങൾക്ക് ഇരിക്കാം, നിൽക്കാം, കിടക്കാം, ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. സ്തോത്രം. അത് നിങ്ങളുടെ അവകാശമാണ്. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രിയിൽ എന്നെ ദൈവം തൊടണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയങ്ങളിൽ കേൾക്കുമ്പോൾ അത് നിങ്ങൾക്കുള്ള ദൂതെന്ന് അറിഞ്ഞാൽ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കരുത്. ആര് പിണങ്ങിയാലും കുഴപ്പമില്ല, നിങ്ങൾ വിശ്വാസത്തിന്റെ പ്രകടന ശബ്ദങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുത്തണം. സ്തോത്രം. ആ സമയത്ത് ദൈവശക്തി വെളിപ്പെടും. ഞാൻ എന്റെ ശുശ്രൂഷയിൽ കാണുന്ന വചനത്തിൽ കൂടെയാണ് ദൈവം വ്യക്തികൾ അഭിഷേകം ചെയ്യുന്നത്. സ്തോത്രം. സ്തോത്രം. സോ ഇന്ന് രാത്രി ഞാൻ ചിന്തിച്ചാരംഭിക്കാൻ പോകുന്ന വിഷയം, നാളെ രാത്രി ഞാൻ തുടരും, അടുത്ത ദിവസം ഞാൻ തുടരും. ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് ദൈവം ആദ്യമായി ഈ സന്ദേശം എന്റെ നാവിൽ തരുന്നത്. ശ്രദ്ധിക്കണമേ, ഇന്ന് രാത്രി ഇവിടെ എടുക്കാൻ പോകുന്നത് ഒരിടത്തു പോലും എടുക്കാത്ത ഒരു പുതിയ സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. സ്തോത്രം. ഇതൊരു ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഭക്ഷണമല്ല. അട ചുട്ട് ഇപ്പൊ ഉണ്ടാക്കി കിട്ടിയ കഴിഞ്ഞ ദിവസം മാത്രം ആദ്യമായിട്ടാണ് ഇതൊരിടത്ത് പ്രസംഗിക്കുന്നത്. ഇവിടെ ശോഭിച്ചാൽ വേറൊരിടത്ത് പ്രസംഗിക്കും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത കാട്ടാക്കട സ്റ്റൈൽ ഫുഡ്. സ്തോത്രം. എനിക്ക് നിങ്ങളുടെ കാട്ടാക്കട ഭാഷ ഒത്തിരി, ഞാൻ വെളി വന്ന് വണ്ടി നിർത്തിയപ്പോൾ പിള്ളേരൊക്കെ സംസാരിക്കുന്ന കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാനും ചിന്തിക്കും എനിക്ക് ഇതുപോലത്തെ ഒരു ഭാഷ ഒന്ന് പഠിക്കാൻ 2 വാക്കെങ്കിലും. സ്തോത്രം. എനിക്ക് മലയാളം സംസാരിക്കുന്നതിന് ദൗർബല്യമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം ഇത്രത്തോളം സഹായിക്കുന്നു. ഇനി അതിന്റെ കൂട്ടത്തിൽ 2 തിരുവനന്തപുരം ഭാഷ പഠിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ സന്തുഷ്ടനായിരിക്കും. സ്തോത്രം. ഇന്ന് രാത്രി തുടങ്ങാൻ പോകുന്ന വിഷയം നാളെ രാത്രി തുടരും, 3-ാമത്തെ രാത്രിയിലും തുടരാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രി ഞാൻ തുടങ്ങാൻ പോകുന്ന വിഷയം, ക്രിസ്തുവെന്ന അഭിഭാഷകൻ, വക്കീൽ, ജീസസ് ക്രൈസ്റ്റ് ദി അഡ്വക്കേറ്റ്. യേശു ക്രിസ്തു എന്ന അഭിഭാഷകൻ, ക്രിസ്തു എന്ന വക്കീൽ. സ്തോത്രം. നാളെ രാത്രിയിൽ ക്രിസ്തു എന്ന രാജാവെന്നും 3-ാമത്തെ രാത്രിയിൽ ദൈവം അനുവദിച്ചാൽ ക്രിസ്തു എന്ന മഷിയ എന്നും ഉള്ള വിഷയം തൊടുവാൻ താല്പര്യപ്പെടുകയാണ്. 3-ാമത്തെ രാത്രി ആ വിഷയത്തിൽ അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതായി എന്റെ ഉള്ളിൽ ഞാൻ കാണുന്നു. സ്തോത്രം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ കടന്നു വരണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ വാക്ക് വേദപുസ്തകത്തിലുണ്ടോ? യേശു ക്രിസ്തു ഒരു അഭിഭാഷകനാണ്, ജീസസ് ക്രൈസ്റ്റ് ബീങ് ആൻ അഡ്വക്കേറ്റ് എന്ന വാക്യം വേദപുസ്തകത്തിലുണ്ടോ? ഉണ്ട്. സ്തോത്രം. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ 1 യോഹന്നാന്റെ സുവിശേഷം, 1 യോഹന്നാന്റെ എപ്പിസൽ ലേഖനം 2-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ സ്തോത്രം കൊടുത്തിരിക്കുന്ന പദം ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. Let me read that from the English Bible and somebody can read from the Malayalam as well. ഇന്ന് രാത്രി 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കുകയാണ്. സ്തോത്രം. വേദപുസ്തകത്തിലുള്ള ഒരു വാക്യമാണ് ഞാൻ ഇന്ന് രാത്രിയിൽ വായിക്കുന്നത്. അതിനുശേഷം മലയാളത്തിൽ വായിച്ച് സഹായിക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. My little children, these things write I unto you, that you sin not. And if any man sin, we have an advocate with the Father, Jesus Christ the righteous. We have an advocate with the Father, Jesus Christ the righteous. മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. മലയാളത്തിൽ അഡ്വക്കേറ്റ് എന്ന പദത്തിന് സ്തോത്രം നമുക്ക് ഒരു കാര്യസ്ഥൻ ഉണ്ട് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. കാര്യസ്ഥൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ മൂലഭാഷയിൽ നിന്ന് കാര്യസ്ഥൻ അല്ല വരേണ്ടത്, വക്കീൽ എന്ന വാക്കാണ് യഥാർത്ഥത്തിൽ
അത് ഉപയോഗിക്കപ്പെടേണ്ടത്. പാരക്ലിറ്റസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3 പ്രാവശ്യം ഇതേ വാക്ക് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ ഇതേ വാക്ക്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 2 വക്കീലുണ്ട്. ഒന്ന് സ്വർഗത്തിലൊരു വക്കീല്, 2 ഭൂമിയിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീല്. സ്തോത്രം സ്തോത്രം. നമ്മുടെ നാട്ടിൽ ഇന്ന് വക്കീൽ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഗവൺമെന്റ് തലങ്ങളിലൊക്കെ ഇന്ന് ഉപയോഗിക്കുന്ന മാധ്യമങ്ങളൊക്കെ സ്ഥിരം വരുന്ന വാക്കാണ്, എന്റെ വക്കീൽ അത് ഏറ്റെടുത്തോളും, അല്ല എന്റെ അഭിഭാഷകൻ അതിനെക്കുറിച്ച് ഇടപെട്ടോളും, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞാണ് രാഷ്ട്രീയക്കാര് പലപ്പോഴും തടി തപ്പുന്നത്. സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കൾക്ക് വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്കും ഒരു അഭിഭാഷകനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമുഖമായി ഒറ്റ വാക്യം പറയട്ടെ. യേശു എന്ന അഭിഭാഷകൻ നമുക്ക് വേണ്ടി വാദിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി പലരും ഇവിടെ ഇരിക്കുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ പറഞ്ഞാട്ടെ. ആടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ പ്രാർത്ഥനയുടെ ബലത്തിലല്ല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കാൻ കാര്യം നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന സ്വർഗീയ വക്കീലുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തു. ഇന്ന് രാത്രി ഞാൻ കാഴ്ച കണ്ടിട്ടാണ് കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നത്. ഈ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. കാട്ടാക്കടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീടുകളുടെ അകത്ത് അവകാശവാദവും പറഞ്ഞ് ഉയർന്നുന്ന ചില സാത്താന്യ ശക്തികൾ വിട്ടുമാറുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടു. സ്തോത്രം. ഇന്ന് രാത്രി കാട്ടാക്കടയിൽ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി വിട്ടുമാറുമെന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ വിളിച്ചു പറയുകയാണ്. ഞാൻ ആത്മാവിൽ ഉറക്കെ വിളിച്ചു പറയുന്നു, ഈ വക്കീൽ എടുത്ത ഒറ്റ കേസ് പോലും തോറ്റിട്ടില്ല. സ്തോത്രം. ഈ വക്കീൽ വാദിച്ച ഒറ്റ കേസും സ്വർഗത്തിലും ഭൂമിയിലും തോറ്റിട്ടില്ല. ഇന്ന് രാത്രികാലം ആ വക്കീൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വാദിക്കാൻ പോകുക. ആ വക്കീൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പോകുകയാണ്. ആ വക്കീൽ ഈ ദേശത്തിന് വേണ്ടി വാദിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ആ വക്കീലിന്റെ കയ്യിൽ ജീവിതം വലിച്ചെറിയാൻ മടിയില്ലാത്ത ദൈവമക്കൾ ആരെങ്കിലും? സ്തോത്രം സ്തോത്രം. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ദാരുണ്യമായ സങ്കടം നിറഞ്ഞ പരിതാപകരമായ ഒരു കഥ പുറത്തു കൊണ്ടുവന്നേ മതിയാകും. സ്തോത്രം. എന്നാലേ ഈ വക്കീലിന്റെ ഗൗരവവും അതിന്റെ ശക്തിയും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. വായിക്കാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിന്റെ 29 വാക്യം. ദ ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 31 വേഴ്സ് നമ്പർ 29. ഉൽപ്പത്തി പുസ്തകം 31 29 വാക്യം വായിച്ചാട്ടെ. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം, നിന്റെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ ദൈവമക്കളെ തട്ടിക്കളയാനും ദോഷം ചെയ്യുവാനും ശത്രു വെല്ലുവിളിച്ച് വന്നപ്പോൾ നമുക്ക് വേണ്ടി വാദിച്ച നിന്റെ പിതാവിന്റെ ദൈവം. സ്തോത്രം. പക്ഷെ ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ഇത് ആരാണ് പറയുന്നത്? ലാബാൻ തന്റെ മരുമകനായ യാക്കോബിനോട് പറയുന്ന വാക്കുകളാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്താണ് ഇതിന്റെ അർത്ഥം? ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ഐ ഹാവ് ദ പവർ, എനിക്ക് ദോഷം ചെയ്യുവാൻ, ടു ഹേർട്ട് യു, നിന്നെ ദോഷം ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ ഘടനയിൽ 2 അർത്ഥങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പവർ എന്ന് പറഞ്ഞാൽ അതിനുള്ള ധാർമ്മികമായ ന്യായപരമായ റൈറ്റ് എനിക്കുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഐ ഹാവ് ദ പവർ ടു ഡു എന്ന് പറയുമ്പോൾ ധാർമ്മികമായും ന്യായപരമായിട്ട് നിന്നെ തകർക്കാൻ, നിനക്കെതിരെ ദോഷം ചെയ്യാൻ എനിക്ക് റൈറ്റ് ഉണ്ട്. എന്താ കാര്യം? ഒന്ന്, നീ എന്നോട് പറയാതെ ഇറങ്ങിപ്പോയി. 2, എന്റെ മക്കളെ എന്നെ ഒന്ന് കാണിച്ചത് പോലുമില്ല. 3, എന്റെ വീട്ടിൽ ഞാൻ വെച്ചോണ്ടിരുന്ന ദൈവവിഗ്രഹത്തെ നീ അടിച്ചെടുത്തോണ്ട് പോയി. സ്തോത്രം. അതുകൊണ്ട് നിനക്ക് ദോഷം ചെയ്യാൻ എനിക്ക് ധാർമ്മികമായുള്ള അധികാരമുണ്ട്. സ്തോത്രം സ്തോത്രം. 2, ശക്തിയുടെ അടുത്തൊരു വാക്കെന്ന് പറഞ്ഞാൽ
നിന്നെക്കാട്ടിലും നീ 2 പെൺപിള്ളാരെയും കൊണ്ട് ഓടി വന്നെങ്കിൽ മോനെ, ഞാൻ വന്നിരിക്കുന്ന ചങ്കുരുപ്പുള്ള, ശക്തിയുള്ള, കട്ടിയുള്ള ചില പുള്ളികളെ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്തോത്രം. എനിക്ക് 2 രീതിയിൽ നിനക്ക് ദോഷം ചെയ്യാം. ഒന്ന്, ധാർമ്മികമായ, ന്യായപരമായി നിന്നെ അടിക്കാൻ എനിക്ക് റൈറ്റ് ഉണ്ട്. നീ അത്രയും വേണ്ടാത്ത കാര്യമാണ് ചെയ്തത്. സ്തോത്രം, സ്തോത്രം. 2, സ്തോത്രം, അത് ചെയ്യാനുള്ള ശക്തി എന്റെ കയ്യിലുണ്ട്. ഇത് 2 കൂടെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ദൈവം ഇന്നലെ പറഞ്ഞു, മിണ്ടിപ്പോകരുത്. ഇന്ന് രാത്രി നിങ്ങളുടെ കുറവുകൾ കാണിച്ച്, സ്തോത്രം, നിങ്ങൾ ആക്രമിക്കാൻ വരുന്ന ശത്രുവിന്റെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന സ്വർഗീയ വക്കീലായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. യാക്കോബ് പാവത്താനായ യാക്കോബിന് എല്ലാം അറിയത്തില്ലല്ലോ. യാക്കോബ് വീമ്പടിക്കുന്ന പോലെ അമ്മായപ്പന്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, അങ്ങനെ ആരെങ്കിലും തെറ്റായി വിഗ്രഹത്തെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മരണപ്പെടട്ടെ, വ്യക്തിയുടെ ജീവൻ പോകട്ടെ, അത് ഞാൻ പ്രഖ്യാപിക്കും. അത്ര ഉറപ്പുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ മിടുക്കനാന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ എന്തെങ്കിലും വേണം വാക്കുകൾ പറയേണ്ടത്. യാക്കോബിന്റെ ദൃഷ്ടിയിൽ യാക്കോബ് നീതിമാനാ, തെറ്റ് ചെയ്തിട്ടില്ല. കാരണം യാക്കോബിന്റെ ദൃഷ്ടിയിൽ ഇങ്ങനെ വിഗ്രഹം ഓട്ടിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ചൊരു അറിവ് അങ്ങേർക്ക് ഇല്ലതാനും. പക്ഷെ യാക്കോബ് അറിയാതെ യാക്കോബിന്റെ പ്രിയങ്കരയായ ഭാര്യ, സ്തോത്രം, പുള്ളിക്കാരത്തി ഇത് അടിച്ചെടുത്തോണ്ട് വന്നിരിക്കുക. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലറിയത്തില്ല. യാക്കോബ് കള്ളമല്ല പറഞ്ഞത്, സ്വയം നീതി അല്ല പറഞ്ഞത്. യാക്കോബിന്റെ ദൃഷ്ടിയിൽ, സ്തോത്രം, ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഇന്ന് രാത്രികൾ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ സ്വന്തം നീതിയിൽ ശത്രുവിനെ എതിർക്കാൻ ചെന്നാൽ നമ്മൾ പോലും അറിയാത്ത കുഴപ്പടികൾ നമ്മുടെ അകത്തുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഞാൻ ഇന്ന് വരെ ആർക്ക് ദോഷം ചെയ്തിട്ടില്ല, സ്തോത്രം, ഞാൻ ദൈവത്തിൽ നീതിയോട് നടന്നതുകൊണ്ട് ദൈവം എന്നെ വിടുവിച്ചു. ഇന്ന് രാത്രികാലം ഇവിടെ എത്ര പേർക്ക് അത് പറയുമ്പോൾ രണ്ടാമത് ഒന്നുകൂടെ ആലോചിക്കണം. കാരണം നമ്മൾ അറിയാത്ത, അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഒന്ന് ശോധന ചെയ്യുവാൻ എനിക്ക് ഇടയാകണമേ, മറിഞ്ഞിരിക്കുന്ന രഹസ്യപാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഇന്ന് രാത്രികാലം ഒരു കാര്യം വിളിച്ചു പറയട്ടെ, എത്ര നീതിമാനം തോന്നിയാലും പിശാചിന് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, എന്റെ നീതി കൊണ്ടല്ല ഞാൻ ജയിക്കുന്നത്. എനിക്ക് വേണ്ടി വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് ഉറക്കെ ആമേൻ പറഞ്ഞാട്ട്. എന്റെ നീതി കൊണ്ടല്ല ഞാൻ ജയിക്കുന്നത്, എനിക്ക് വേണ്ടി വാദിക്കുന്ന സ്വർഗീയ വക്കീല്. ഹല്ലേലൂയ. ദാവീദിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, എന്നെ ശോധന ചെയ്യണമേ. ലോർഡ്, സെർച്ച് മൈ ഹാർട്ട്. എന്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം. മറിഞ്ഞിരിക്കുന്ന പാപങ്ങൾ എന്നിലുണ്ടോന്ന് എന്നെ കാണിച്ചു തരണം. ഒരു കാര്യം ഓർക്കണമേ, ഇന്ന് രാത്രി വിളിക്കുന്ന വ്യക്തികളുടെ പാപത്തിന്റെ ഘടനകൾ എടുത്തു പറയാൻ ശത്രുവിനെ ഏൽപ്പിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവൻ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 നിരത്തും. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കള്ളു കുടിച്ചില്ല, മോഷ്ടിച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ആർക്കും തല്ലാൻ പോയിട്ടില്ല, ഇതൊക്കെ നല്ല കാര്യമാ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ദൈവം സംസാരിച്ചപ്പോൾ സംശയിച്ചെങ്കിൽ, അവിശ്വാസം വന്നെങ്കിൽ, കുത്തിയിരുന്ന് നിങ്ങൾ ഭാരപ്പെട്ടെങ്കിൽ, സ്തോത്രം, നാളത്തെ കുറിച്ച് വ്യാകുലപ്പെട്ടെങ്കിൽ അത് മതി. ഇന്ന് രാത്രി വിളിക്കുന്ന എത്ര പേർക്ക് പറയാം, ആ കൂട്ടത്തിൽ ഞാൻ ഇല്ലെന്ന്? ആർക്കും പറയാൻ പറ്റത്തില്ല. അതിന്റെ കൂട്ടത്തിൽ എത്രയോ ലിസ്റ്റുകൾ. സ്തോത്രം, സ്തോത്രം. യാക്കോബേ, ചാടിക്കേറി വാദിക്കാൻ പോകരുത്. യാക്കോബ് വക്കീലായാൽ നമ്മൾ പോക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ല ഉദ്ദേശത്തോടെ യാക്കോബ് പറഞ്ഞെങ്കിലും എന്റെ ആയുഷ്കാലം ഒരിക്കലും എനിക്ക് വേണ്ടി വക്കീലായിട്ട് ഞാൻ യാക്കോബിനെ വെക്കത്തില്ല. ഇന്ന് എന്റെ തലയും പോക്കാൻ ഞാൻ തീർന്നു പോകും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ വെക്കാൻ പോകുന്നത്, എന്നെ മൊത്തമായിട്ട് അറിഞ്ഞിട്ടും എന്റെ കേസ് വാദിക്കാൻ, താല്പര്യപ്പെടുന്ന ഒരു വക്കീൽ എനിക്കുണ്ട്. ഇത് അനുഭവിച്ച ദൈവമക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ശബ്ദം ഒന്ന് കാട്ടാക്കട ഉയരട്ടെ. ഹല്ലേലൂയ. എന്റെ മൊത്ത കുറവുകൾ അറിഞ്ഞിട്ടും എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സ്വർഗീയ വക്കീല്. അത് വിശ്വാസ ദൈവമക്കൾ മാത്രം ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദാറ്റ്സ് മൈ അഡ്വക്കേറ്റ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, അറിഞ്ഞോ അറിയാതെയോ അറിയാതാണ് ചെയ്തത്. കുടുംബത്തിനു വേണ്ടി വക്കീലായി അഭിഭാഷകനായ യാക്കോബ് നിന്ന് നെഞ്ചു വിരിച്ച് സംസാരിക്കുക. അബദ്ധം പറ്റിപ്പോയി യാക്കോബേ. കാരണം നീ അറിയാതെ നിന്റെ ഭാര്യ ഇത് മോട്ടിച്ചിട്ട് ഒട്ടകത്തിന്റെ കോപ്പിനകത്ത് ഒളിപ്പിച്ചു വെച്ച് എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞ് ലാബാനെ പറ്റിച്ചെങ്കിലും കുടുംബത്തിന്റെ മഹാപുരോഹിതനായ അഭിഷക്തനായ യാക്കോബിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നെങ്കിൽ അവൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. മിനിറ്റുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ റാഹേലിന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. സ്തോത്രം. എന്താ കാര്യം? വക്കീൽ തോറ്റു, വക്കീൽ അബദ്ധം ചെയ്തു, വക്കീൽ അത് പറയാൻ പാടില്ലായിരുന്നു. സ്തോത്രം. വക്കീൽ ആ വാക്ക് പറയാൻ പാടില്ലായിരുന്നു. തന്റെ ഏറ്റവും പ്രിയകരയായ ഭാര്യയുടെ സ്തോത്രം ജീവനാണ് ഇപ്പോൾ കുരുതി കൊടുക്കാൻ പോകുന്നത്. ലാബാന് മുമ്പിൽ രക്ഷപ്പെട്ടു, പക്ഷെ നിത്യനായ ദൈവത്തിനു മുമ്പിൽ രക്ഷ നടന്നില്ല. മണിക്കൂറുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ റാഹേൽ മരണമടഞ്ഞു. കാരണം പറഞ്ഞ വാക്കെന്തറിയാമോ? ആരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവൾ പോട്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്നിൽ തെറ്റുണ്ടെങ്കിൽ ആകാശത്ത് ഇടിവെട്ടട്ടെ. പറയരുതേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഥവാ വെട്ടിയാലോ? ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, എന്റെ നീതി കൊണ്ടല്ല ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു. ഐ ബ്രിങ് നത്തിങ്. എന്റെ കയ്യിൽ ഒന്നുമില്ലാതെ ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ നീതിയിൽ എന്നെ പൊതിയണമേ. ഇന്ന് രാത്രികാലം ഞാൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഞാൻ കാട്ടാക്കടയിൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെടുത്തുന്നത്, കുറവുകൾ ഉണ്ടെങ്കിലും വാദിക്കുന്ന വക്കീല്. സ്തോത്രം, 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 സ്തോത്രം. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറക്കെ രാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. യേശു എന്ന വക്കീല് റാഹേലിന് വേണ്ടി വാദിച്ചെങ്കിൽ പറഞ്ഞേനെ, യെസ്, അവള് തെറ്റ് ചെയ്തു, അവള് തെറ്റ് ചെയ്തു. പക്ഷെ അവളുടെ തെറ്റിനുള്ള മുഴു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. റാഹേൽ മരിക്കത്തില്ലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എന്നാൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല് നമ്മളെ മരണത്തിന് കൊടുക്കുന്ന വക്കീലല്ല, മരണത്തിന് വിടുവിക്കുന്ന, കുടുംബത്തെ ഉദ്ധരിക്കുന്ന വക്കീലാകയാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം. പോരാ, 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 പോരാ. ഇന്ന് രാത്രി ആ വക്കീല് എന്റെ കുടുംബത്തോട് വാദിക്കണം, എന്റെ സഭയ്ക്ക് വേണ്ടി വാദിക്കണം, എന്റെ ദേശത്തോട് വാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ രാമീൻ പറഞ്ഞാട്ട്. യാക്കോബ് വാദിച്ചാൽ പോക്ക. ഹല്ലേലൂയ. മിനിറ്റുകൾക്കുള്ളിൽ യാക്കോബ് ആ സമയത്ത് ജയിച്ചെങ്കിലും ഭാര്യയ്ക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഭാര്യ കുറ്റക്കാരി ആയിരുന്നു. സ്തോത്രം. അതുകൊണ്ട് പോക്കടിച്ചു, മരിച്ചു. സ്തോത്രം. എന്നാൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം എന്റെ ശരീരത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. യാക്കോബ് അല്ല ഇന്ന് രാത്രി വാദിക്കുന്നത്. യാക്കോബ് വാദിച്ചാൽ എനിക്ക് രക്ഷയില്ല, യാക്കോബ് വാദിച്ചാൽ ഞാൻ പോക്കാ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ കണ്ടല്ലോ അവിടെ പൈശാചക്തികളെ ദൈവം ഇന്ന് രാത്രി പുറത്ത് ഞാൻ കണ്ട കാഴ്ചയാണ്. ഞാൻ കാനഡയിൽ ഇരുന്നപ്പോൾ കണ്ട കാഴ്ചയാ. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക ശക്തികൾ പുറത്തു വരുന്ന കാഴ്ച ഞാൻ കണ്ടതാണ്. ഇന്ന് രാത്രി കാലം വക്കീൽ വന്നിട്ടുണ്ട്, വക്കീൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗീയ വക്കീല് കാട്ടക്കടൽ എത്തിക്കഴിഞ്ഞു. ആരും ഡിസ്ട്രാക്ട് ആകണ്ട. അവിടെ ശക്തികൾ വെളിപ്പെടും, അത് വിട്ടുമാറിക്കൊണ്ടിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? അവകാശം പറഞ്ഞുകൊണ്ടിരുന്ന സാത്താന്യ ശക്തികൾ ഇന്ന് രാത്രി വിട്ടുമാറുകയാണ്. ഹല്ലേലൂയ. കുഴപ്പമില്ല, ഡിസ്ട്രാക്ട് ആകരുത്. ദേവിയത് മീറ്റിംഗിലേക്ക് ശ്രദ്ധിച്ചാട്ടെ. ഭൂതങ്ങൾ വിളകും, ഭൂതങ്ങൾ വിട്ടുപോകും. നിങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ട. ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അറ്റം വരെ ഇന്ന് രാത്രിക്കാലം രോഗികൾ സൗഖ്യമാകുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. കാരണം ചില വിഷയങ്ങൾ ശത്രു പറഞ്ഞു, നിന്റെ ഈ കുഴപ്പം കൊണ്ട്, നീ പറഞ്ഞ ആ വാക്കുകൊണ്ട്, നിന്റെ അപ്പൻ ചെയ്ത ഈ ക്രിയയും കൊണ്ട് നിനക്ക് വിടുതൽ കിട്ടത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, ഞാനാണ് വാദിക്കുന്നത്. ചില മിനിറ്റുകൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആ വക്കീലിനെ സ്വാഗതം ചെയ്തു. ശക്തിയോട് സ്തോത്രം പറഞ്ഞ് വിശ്വാസത്തോട് ഇന്ന് രാത്രി സ്വാഗതം ചെയ്യുക. ആമീൻ. യാക്കോബ് അല്ല ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി വന്നിരിക്കുന്നത്
നിത്യനായ ദൈവമാണ് നിനക്ക് വേണ്ടി വാദിക്കുവാൻ. Something mighty is happening. ഇന്ന് രാത്രി ദൈവമക്കളെല്ലാം പ്രാർത്ഥിച്ചു. ആരും ഡിസ്ട്രാക്ട് ആകരുത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ കളഞ്ഞാൽ ഏതെങ്കിലും ഭൂതം വിട്ടുപോകും. നിങ്ങളുടെ വിടുതലാണ് തടയാൻ പോകുന്നത്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ആരാധിച്ചാട്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കാൻ പോകുക, അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ഇത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ ഇന്ന് രാത്രിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നാട്ടെ. വിടുതൽ രാത്രിയാണിത്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാട്ടെ. എല്ലാ ദൈവമക്കൾ ശ്രദ്ധ ദൈവവചനത്തോട് വന്നാട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവിക വിടുതലുകൾ ഇവിടെ നടക്കുകയാണ്. ഞാൻ ഉയർത്തുന്നത് സകല നാമത്തിന് മേലായ യേശുവിന്റെ നാമമാണ്. ആമേൻ. Are you ready? അങ്ങ് പുറകെ അറ്റം വരെ ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. റോഡിനകത്ത് ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. ഈ വക്കീൽ വാദിച്ച ഒറ്റ കേസ് പോലും ഒരാൾ ജീവൻ പോയിട്ടില്ല. സ്തോത്രം. ഒരിക്കൽ ഈ വക്കീലിന്റെ അടുത്തേക്ക് വെറും പാപം ചെയ്തു തോന്നലല്ല, സ്തോത്രം, പാപം ചെയ്തുള്ള അറിവല്ല, പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ട, സ്തോത്രം 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 സ്തോത്രം. ആമീൻ. ഒരു സ്ത്രീയെ കൊണ്ട് നാട്ടുകാർ വന്നിരിക്കുക, മതപുരോഹിതന്മാരും മതഭ്രാന്തന്മാരും ഇളകി വന്നിരിക്കുക. ആമീൻ. സ്തോത്രം. എന്നിട്ട് വക്കീലിനടുത്താ വന്നിരിക്കുന്നത്. എല്ലാം ശ്രദ്ധിച്ചാട്ടെ, ഒന്നോർത്തു നോക്കൂ. ഇത് ന്യായപരമായ കാര്യമാണ്. ഞാനാ വാദിക്കുന്നെങ്കിൽ, സ്തോത്രം, ഞാൻ ചോദിച്ചേനെ എവിടാ പിടിക്കപ്പെട്ടത്? അപ്പം പറയും പിടിക്കപ്പെട്ടു, സ്തോത്രം, ഇന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. സാക്ഷികളുണ്ടോ? ആ ചോദ്യം ചോദിച്ചാ പോക്ക. സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ ചെയ്ത പല കുഴപ്പങ്ങൾക്ക് സാക്ഷിയുണ്ടെന്ന് ചോദിച്ചാൽ സകലവിധ ചെകുത്താന്മാരും പോക്ക. ഞാൻ ആ രീതിയെ പോകത്തുള്ളൂ. കാരണം നമുക്ക് അങ്ങനെ അറിയത്തുള്ളൂ. സാക്ഷികളുണ്ടോ? പിന്നെ വിസ്താരണം നോക്കുമ്പോ അവള് തന്നെ കുറ്റം സംബന്ധിച്ച് തല താഴ്ചിരിക്കുകയാണ്. സ്തോത്രം. എന്ത് ചെയ്യും? കൂടി വന്നാ പറഞ്ഞേനെ അവൾക്കൊരു 10, 100, 150 അടി കൊടുത്ത് നമുക്ക് അവളെ മരണത്തിന് രക്ഷപ്പെടുത്തിയാൽ പോലും അത് നല്ല വക്കീലൊരു ഗമയായിരിക്കും. സ്തോത്രം. ഈ വക്കീൽ എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല. സ്തോത്രം. ഒറ്റ വാക്ക്, എന്തോ നല്ല വക്കീല. നിങ്ങളിൽ പാപമില്ലാത്തവൾ, ആർക്കൊക്കെ വിശ്വാസം വന്നറിയത്തില്ല. നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവൾക്ക് ആദ്യം കല്ലെറിഞ്ഞോട്ടെ. ഈ വക്കീലിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ വക്കീല് വാക്ക് പറഞ്ഞാൽ പിന്നെ നോക്കത്തോലും. സ്വത്രം സ്വത്രം. അദ്ദേഹം പറഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഇയാള് പുള്ളി താരയാണ്ടൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. സ്വത്രം. ആമീൻ. അത് തച്ചാൻ വന്ന് നോക്കി എന്ത് എഴുതി നോക്കുമ്പോൾ അങ്ങേര് ആമീൻ ഭാര്യ പോലും അറിയാതെ ചെയ്ത ചില കാര്യങ്ങൾ, ചാക്കോച്ചാന്റെ രേഖകൾ അവിടെ വന്നു കഴിഞ്ഞു. സ്തോത്രം. കല്ലുകൊണ്ടുന്ന ചാക്കോച്ചാൻ പെതുക്കെ ഞാൻ പിന്നെ കാണാം കേട്ടോ. അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. സ്തോത്രം 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 സ്തോത്രം. അച്ചായൻ സ്ഥലം വിടുകയാ. ഇന്നോർത്ത് നോക്കി, ഏത് മിനിറ്റും കൂർത്തുമൂർച്ചുള്ള കല്ലുകൾ എന്റെ മുഖത്ത് പതിയുമെന്ന് പറഞ്ഞ് നാണം കേടും കൊണ്ടും ഭയം കൊണ്ടും വിറച്ചു നിൽക്കുന്ന ആ സ്ത്രീ, ആമീൻ, കല്ലിന്റെ എണ്ണം, കല്ലുകളുടെ ഷേപ്പ് എല്ലാം ഇങ്ങനെ മനസ്സിൽ കണ്ട് ആമീൻ വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, അവളുടെ മുൻപിൽ ഇതാ അവൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീൽ. സ്തോത്രം. അവളുടെ പാപം കൊച്ചതുമായതുകൊണ്ടല്ല, അവൾ കുറ്റക്കാരി അല്ലാഞ്ഞത് കൊണ്ടുമല്ല. ഇന്ന് രാത്രി ഈ വക്കീല് ദയുള്ള വക്കീല. ഇവൻ വാദിച്ചാൽ ന്യായപരമായി പിടിക്കപ്പെട്ടതും വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈ വക്കീലിനെ അനുഭവിച്ച ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ ആമീൻ പറയാമോ? ഞാൻ ഇന്ന് രാത്രിയിൽ വെളിപ്പെടുത്തുന്നത് ഹല്ലേലൂയ, ക്രൂശിക്കപ്പെട്ട എന്റെ ക്രിസ്തുവിനെയാ. ഹല്ലേലൂയ. ആമീൻ. സംഘർഷം നിറഞ്ഞ മിനിറ്റുകൾ,
വലിയ കൂർത്തുമൂർച്ചുള്ള കല്ലുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന സമയങ്ങൾ, പല്ല് കടിക്കുന്നവരുടെ മുഖവും അവിടെ ഗർജിക്കുന്ന ശബ്ദവും അല്ലാതെ തന്നെ മൗനതയുടെ ടെൻഷനും സമർത്ഥവും എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ യേശു ഒറ്റ ചോദ്യമാണ്. മിനിറ്റുകൾക്കുള്ളിൽ സംഘർഷം മാറി, മിനിറ്റുകൾക്കുള്ളിൽ ഒരു വന്നു. സ്തോത്രം. മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് സൂര്യൻ ഉദിച്ച് കാർമേഘങ്ങൾ പടലകൾ മാറിപ്പോയതുപോലെ എല്ലാം മാറുന്നു. സ്തോത്രം. യേശു തലപൊക്കിയപ്പോൾ ഒരുത്തനെ പോലും കാണാനില്ല. ഇന്ന് രാത്രി ഈ വക്കീല് വാദിച്ചാൽ, നിങ്ങൾക്കെതിരായി വാദിച്ച എല്ലാവരും സ്ഥലം കാലിയാക്കേണ്ടി വരും. ഇന്ന് രാത്രികാലം ആ വക്കീലാണ് കാട്ടാക്കട വന്നിരിക്കുന്നത്. ഓ, ഈ ദേശത്തിന്മേൽ അവകാശം പറഞ്ഞുകൊണ്ട് എന്റേതാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ശക്തികൾ ഇന്ന് രാത്രികാലം വിട്ടുപോയേ പറ്റൂ. സ്തോത്രം. അത് വിശ്വാസി ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ പിശാച് കേൾക്കത്തക്ക രീതിയിൽ കൈകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ട് നിങ്ങളുടെ കുടുംബം, ഓ ദൈവമേ ഒരു ദൂത് ഏൽപ്പിക്കുന്നു. ഇത്രയും വർഷം നിങ്ങളുടെ കുടുംബത്തിനെതിരായി ശബ്ദമുയർത്തിയ ആ ശക്തി ഇന്ന് രാത്രി എന്നേക്കുമായി വിട്ടുമാറുന്ന കാഴ്ച ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തിയാൽ ഇതാ ചില കുടുംബങ്ങളകത്തുനിന്ന് ചില ശക്തികൾ വിട്ടുമാറുകയാണ്. സ്തോത്രം, സ്തോത്രം. ഒറ്റ ഒരുത്തം പോലും പിന്നെ നില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല. പോയി, എല്ലാം പോയി. സ്തോത്രം. യേശു ഒറ്റ നോട്ടം, ഞാനും നിന്നെ സ്തോത്രം കുറ്റം വിധിക്കുന്നില്ല. ഐ എം നോട്ട് ജഡ്ജിങ് യു, ഐ എം നോട്ട് കണ്ടംനിങ്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല. ഇനിയും പോയി പാപം ചെയ്യാതിരിക്കുക. പോക്കോ, സമാധാനത്തോട് പോക്കോ. ഇന്ന് രാത്രിയിൽ ആ വക്കീലാണ് വാദിക്കുന്നത്. ചിലക്ക് എന്നിട്ട് സന്തോഷം വരുന്നില്ല. ഹല്ലേലൂയ. രണ്ടാമതൊരു ദിവസം എനിക്ക് വക്കീലിന്റെ ഈ പണി, എനിക്ക് വക്കീൽ പണിയൊക്കെ വലിയ ഇഷ്ടം. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ആർഗ്യുമെന്റും പ്രോസിക്യൂട്ടറും ഡിഫൻസും ഒക്കെ നിന്ന് വാദിക്കുന്നത്. എനിക്ക് വലിയ ഈ ലൂപ്പോളും അതിന്റെ ഉടക്ക് ന്യായങ്ങളൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. സ്തോത്രം. ഞാൻ ഒരു സംഭവം കണ്ടു. സ്തോത്രം. ഈ വക്കീലിന്റെ ഒരു ടാക്ടിക് ഞാൻ പറയാം. സ്തോത്രം. ഒരിക്കൽ ഒരു സ്ത്രീ സിനഗോഗിൽ വന്നപ്പോൾ സ്ത്രീ ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. 18 വർഷമായി ഈ പുള്ളിക്കാരത്തി പൊങ്ങിയിട്ടില്ല. സ്തോത്രം. അപ്പൊ ഇവർക്ക് ഒത്തിരി വാദമുണ്ട്. കുനിഞ്ഞവൾ പള്ളി കയറരുത്, ന്യായം അത്. പിന്നെ കുനിഞ്ഞവള് സ്തോത്രം അവള് ശബത്താണെങ്കിൽ അവളെ തൊടുകയും ചെയ്യരുത്, ന്യായമാണത്. അതൊക്കെ ന്യായമാണ്. അവര് പറയുന്ന ന്യായമുണ്ട്. സ്തോത്രം. ഇവള് സൗഖ്യമാകാൻ പറ്റത്തില്ല, കാരണം ശബത്തിൽ സൗഖ്യമാകാൻ പറ്റത്തില്ല. യേശു എന്ന വക്കീല് പറഞ്ഞ ഒറ്റ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവൾ അബ്രാമിന്റെ സന്തതിയാണെങ്കിൽ ഇവൾ ബന്ധിക്കപ്പെടാൻ പറ്റത്തില്ല. എന്താ കാര്യം അറിയാമോ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ പുള്ളികൾ യേശുവിനോട് ഈ വാക്ക് പറഞ്ഞതാ. ഞങ്ങൾ അബ്രാമിന്റെ സന്തതികളായതുകൊണ്ട് ബന്ധനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഇത്രയും നല്ല വക്കീലിനെ എവിടെ കിട്ടും? അവര് പറഞ്ഞ വാക്ക് കൊണ്ട് ഇവളെ വിടുവിക്കുക. ഹല്ലേലൂയ. അവരാ പറഞ്ഞത്, ഞങ്ങൾ അബ്രാമിന്റെ സന്തതികളായതുകൊണ്ട് ഞങ്ങൾ ബന്ധനത്തിൽ we cannot be in bondage. ഞങ്ങൾ ബന്ധസ്ഥരല്ല. യേശു പറഞ്ഞു ഇവള് അബ്രാമിന്റെ മകളാ. എന്ത് ന്യായം അത്? നിങ്ങൾക്ക് ബന്ധനം പറ്റത്തില്ല, ഇവൾക്ക് പറ്റാമെന്നു. ഇവള് അബ്രാമിന്റെ മകളാ. 18 വർഷമായി ഇവള് ബന്ധനത്തിൽ കിടന്നിട്ട് നിങ്ങൾ ഒരുത്തം പോലും ബന്ധനമില്ല, പോരാട്ടമില്ലെന്ന് പറഞ്ഞവന്മാർ തന്നെ ഇവളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്തില്ല. ഇന്ന് രാത്രി നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തി നിങ്ങൾ ആരാധിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഒന്നും അതിനെ കുറിച്ച് പറയേണ്ട. ഇത്രയും നാൾ നിങ്ങൾ പ്രശ്നത്തിൽ കിടന്നിട്ട് ഒരു ചുക്കും ചെയ്യാത്തവരാണ് നിങ്ങൾക്കെതിരെ പ്രശ്നമായിട്ട് വരുന്നത്. ഈ രാത്രി പണി നോക്കാൻ പറ. എന്റെ കുടുംബത്തിന് വിടുതൽ രാത്രിയാണ്. ഇത് വിശ്വസി. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വാക്ക് പോലും പ്രസംഗമുണ്ട്, വലിയ ഗമയോട് കാര്യങ്ങളൊക്കെ പറയും. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അങ്ങനെ ഒരു ചർച്ചിലോ അങ്ങനത്തെ ഒരു സഭയിലോ നിങ്ങൾ ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച് പുറത്തു വന്നോണം. കൈകൊട്ട
കൊട്ടാൻ പാടില്ല, കൈ ഉയർത്താൻ പാടില്ല, തുള്ളിച്ചാടാൻ പാടില്ല. സ്തോത്രം. എന്തൊക്കെ നിയമങ്ങളെന്നറിയാമോ? അവരോട് അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് സകല നിയമങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ വിഷയത്തിന് വിടുതൽ വരുമ്പോൾ അതേ നിയമങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കും. ഇന്ന് രാത്രി പണി നോക്കാൻ പറ. എന്റെ വക്കീൽ വന്നിരിക്കുന്നത് എന്നെ വിടുവിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നിങ്ങളുടെ വാദം കേട്ടിട്ട് പോകാനല്ല എന്റെ വക്കീൽ വന്നത്. എന്റെ വക്കീൽ വന്നത് എന്നെ പൊക്കാനാണ്, എന്നെ ഉയർത്താനാണ്. ഇത് വിശ്വസിക്കുക മക്കൾ. ഹല്ലേലൂയ. മുന്നോട്ട് പോകട്ടെ. യേശു അവളെ അന്ന് സൗഖ്യമാക്കി. ഇന്ന് രാത്രി ശുശ്രൂഷകൾക്ക് വേണ്ടി താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. രാത്രി ചില തൊടുനായി കാണുന്നു. ഒരിക്കൽ പത്രോസ്ലിയുടെ അടുത്തേക്ക് പിശാച് വന്ന് അവനെ ചോദിക്കുക, അമ്മാനമാടാൻ തരാന്. അവൻ ഇന്ന് ക്ഷീണിച്ചിരിക്കുക. ഇന്ന് അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ കുറവൊക്കെ ഉണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക അണ്ണന്മാര്. അവനെ ഒന്ന് പന്ത് കെട്ടാമെന്ന്. ഓർത്തു വെക്കേ, നിങ്ങൾക്കെതിരായി പൊരുതുന്ന ഈ വാദിക്കുന്ന ശത്രുശക്തി ഇല്ലയോ, സാധാരണക്കാരനല്ല. നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ അമ്മാടമാടാൻ വേണ്ടിയാ അവൻ താല്പര്യപ്പെടുന്നത്. യേശു പറഞ്ഞ ഒറ്റ വാക്ക്, പിതാവേ, അവൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷകന്മാർ അറിയണം, നിങ്ങളെ തട്ടിക്കളയാൻ വേണ്ടി, മിനിസ്ട്രി എടുത്തു മാറ്റാൻ വേണ്ടി ശത്രുവാദങ്ങളുമായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് കുറവായിരുന്നത് സ്വർഗത്തിൽ നികത്തിയ നിങ്ങളുടെ മഹാപുരോഹിതന് വേണ്ടി കൈകൾ അടിച്ച് സ്തോത്രം പറയാൻ തയ്യാറുള്ള ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. അതാണ് നിങ്ങളുടെ വക്കീല്. എന്തൊക്കെയോ ഇന്ന് രാത്രി സംഭവിക്കുക. പക്ഷെ നിങ്ങളുടെ വക്കീലിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്തിനാണ് ഈ വക്കീൽ ചെയ്യുന്നറിയാമോ? ഇന്ന് രാത്രി ദൈവദാസന്മാര് ദൂത് കേട്ടാൽ, നിങ്ങൾ കാണുന്ന അറിഞ്ഞാൽ ഏറ്റെടുത്തു. യേശു പത്രോസൊക്കെ പറഞ്ഞു, പത്രോസേ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഐ ഡിഫെൻഡഡ് യു. ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചു. എന്നറിയാമോ? നീ ബലപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം അറിയാം. ഞാൻ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടല്ല നിനക്ക് വേണ്ടി വാദിച്ചത്. എനിക്കൊരു കാര്യം അറിയാം, നിന്റെ ജീവിതത്തിൽ ഒരു ഭാവിയുണ്ട്. ദൈവമക്കളോട് ശക്തമായി ദൂത് അറിയിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ തട്ടിപ്പോകാഞ്ഞതിന്റെ കാരണം, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ദൈവം വാദിച്ചതിന്റെ കാരണം, ദൈവം പറയും, ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടല്ല, നാളെ നിന്നിൽ കൂടെ ഒരു കൂട്ടം ബലം പ്രാപിക്കാൻ പോകുക. നിന്നിൽ കൂടെ ചില വ്യക്തികൾ സൗഖ്യമാകാൻ പോകുക. ഇത് ഏറ്റെടുക്കുന്ന ശുശ്രൂഷകന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാപിച്ചോ. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തിയോടെ പ്രാപിച്ചോ. ഇന്ന് ആ ദൈവം പറയുകയാണ്, ഇതുവരെയും വെളിപ്പെടാത്ത ഒരു അഭിഷേകം നിന്നിൽ കൂടെ വ്യാപരിക്കാൻ പോകുകയാണെന്നും, രാജ്യങ്ങളെ തൊടുന്ന അഭിഷേകം നിന്നിൽ കൂടെ വെളിപ്പെടാൻ പോകുമെന്ന് അറിഞ്ഞ ശേഷമാണ് യേശു നിനക്ക് വേണ്ടി വാദിച്ചത്. ദൈവമെന്നെ ദൂതറിയിക്കുന്നു, ഈ വക്കീൽ വാദിച്ച ചില ശുശ്രൂഷകന്മാർ പുറത്തു വരാൻ പോകുകയാണ്. ചില കുടുംബങ്ങൾ പുറത്തു വരാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. Praise God, praise God, praise God. എത്ര പേർക്ക് ഇന്ന് രാത്രി ശക്തിയോട് വിളിച്ചു പറയാൻ പറ്റും, എനിക്ക് വേണ്ടി ഈ പിതാവ്, എനിക്ക് വേണ്ടി എന്റെ യേശു വാദിച്ചത്. ഞാൻ എവിടെങ്കിലും പോയി പട്ടുപോകാനല്ല. അവൻ അറിയാം, നാളെ ഞാൻ എഴുന്നേറ്റ് ഒരു വാക്ക് പറയുമ്പോൾ 3000 പേര് സ്നാനപ്പെടാൻ വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാണ്. ഞാൻ കാണാത്ത എന്തോ അവൻ കാണുന്നുണ്ട്. ഇത് വിശ്വാസിക്കുന്ന ദൈവമക്കൾ, ഞാൻ ചുമ്മാ അത് പറയിപ്പിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരാളോട് പറ, എനിക്കൊരു ഭാവിയുണ്ട്, ശോഭയുള്ള അത്ഭുതമേറിയ ഒരു ഭാവി എനിക്കുണ്ട്. ഇത് പറഞ്ഞാട്ട് ഇന്ന് ദൈവം പറയുക, ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചത് തകരാനല്ല, പുറകോട്ട് പോകാനല്ല. ശക്തി വ്യാപരിക്കുക, ശക്തി വ്യാപരിക്കുക. ഒരു ശക്തമായ ദൂത് ഇന്ന് രാത്രിയുടെ മുറങ്ങിക്കേൾക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദൈവം പറയുന്നു, ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ വാദിച്ചത് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഇന്ന് വരെ കാണാത്ത ചില ശക്തിയേറിയ ശുശ്രൂഷ നിന്നിൽ കൂടെ വെളിപ്പെടാൻ പോകുകയാണ്.
ഓ, എല്ലാരും പ്രാർത്ഥിച്ചോണ്ടിരുന്നാട്ട്. ചുമ്മാ നല്ല വാദിച്ചത്. നിന്റെ കുടുംബത്തിന് ഭാവിയുണ്ട്, നിന്റെ സഭയ്ക്കൊരു ഭാവിയുണ്ട്, നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭാവിയുണ്ട് എന്ന് അറിഞ്ഞ ശേഷമാണ് യേശു നിനക്ക് വേണ്ടി വാദിച്ചത്. എന്തോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു കവിയുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദൈവം ഇന്ന് ശക്തമായി പറയുന്നു, നിനക്കൊരു ഭാവിയുണ്ട്. എത്ര പേര് ശത്രുവിനെ നോക്കി പറയാൻ തയ്യാറാ? തട്ടിപ്പോകാനായിരുന്നെങ്കിൽ പണ്ടേ തട്ടിപ്പോയേനെ. ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്നെങ്കിൽ എന്റെ യേശു നിമിത്തമാണ്. അങ്ങനാണെങ്കിൽ എനിക്കൊരു ശുശ്രൂഷ മുൻപിലുണ്ട്. ഇന്ന് രാത്രി ക്രിസ്തു എന്ന വക്കീല് വാദിച്ച നിമിത്തമാണ് ഞാൻ ഇന്ന് ശുശ്രൂഷയിൽ നിൽക്കുന്നെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആരെങ്കിലും ശക്തിയോടെ വിളിച്ചു പറയാൻ തയ്യാറാണോ? അങ്ങനാണെങ്കിൽ എന്തോ വലുത് എന്റെ മുൻപിലുണ്ട്. ശക്തി വ്യാപരിക്കുന്നു, ശക്തി വ്യാപരിക്കുന്നു. ഈ വക്കീൽ വാദിച്ചത് വീട്ടിൽ പോകാനല്ല. ഈ വക്കീൽ വാദിച്ചത് ഒരിടത്ത് സ്തോത്രം പറഞ്ഞിരിക്കാനല്ല. ദൈവം അവർ നിനക്ക് വേണ്ടി വാദിച്ചത് നിന്നിൽ കൂടെ ഒരു പറ്റം വിടുതൽ പ്രാപിക്കാൻ പോകുക, നിന്നിൽ കൂടെ ഒരു പറ്റം അനുഗ്രഹം പ്രാപിക്കാൻ പോകുക. അതിനു വേണ്ടിയാണ് ഈ വക്കീൽ വാദിച്ചത്. ഈ രാത്രി തീർന്നുപോയി എന്ന് ശത്രു ചിലരെ കുറിച്ച് എഴുതി പറഞ്ഞതാ. പ്രാർത്ഥന കുറവുണ്ടെന്നും ശുശ്രൂഷ കുഴപ്പമെന്ന് പറഞ്ഞ് നിന്നെ പുറകോട്ട് പിടിക്കുവാൻ ശത്രു വെല്ലുവിളിച്ചതാണ്. പക്ഷെ ദൈവം പറഞ്ഞു, ഞാനാണ് വാദിച്ചത്. പത്രോസ്, നീ പോലും അറിഞ്ഞില്ല. നീ വാദിച്ചിരുന്നെങ്കിൽ പോക്ക, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം എനിക്കൊരു കാര്യം അറിയാം, നിന്റെ ഈ സ്വഭാവം മാറും. ഇന്ന് നീ പിണങ്ങുന്നവനാ, ഇന്ന് നീ പുറകോട്ട് പോകുന്നവനാ, ഇന്ന് ക്ഷീണിക്കുന്നവനാ. പക്ഷെ അടുത്ത ദിവസം രാജ്യങ്ങളുടെ മുൻപിൽ നീ ഗൗരവത്തോട് ഗർജിക്കുന്ന സിംഹം പോലെ നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. പത്രോസേ, ഈ രാത്രി ദൈവം നിനക്ക് വേണ്ടി വാദിച്ചത് എന്തോ സംഭവിക്കാൻ പോകുക. ഓ, ഞാൻ വ്യക്തമായ ഒരു കാഴ്ച കാണുന്നു. ഈ വക്കീൽ വാദിച്ചവർ വിടുവിക്കപ്പെടുക മാത്രമല്ല, അവർ പുറത്തു വരാൻ പോകുക. ഇത് കേൾക്കുമ്പോ സന്തോഷമുള്ള ആരെങ്കിലും ഒരകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴു സ്വാതന്ത്ര്യമുണ്ട് ആ സന്തോഷം ഒരു വിശ്വാസമായി ഒന്ന് പ്രകടിപ്പിക്കാൻ. മുഴു ശക്തിയോട്. എന്താ നിങ്ങൾ വിളിച്ചു പറഞ്ഞറിയാമോ? നിങ്ങൾ കൈയോർത്തുമ്പോ നിങ്ങൾ പറയുക, ഞാൻ പുറത്തു വരാൻ പോകുക. എന്റെ വക്കീൽ വാദിച്ച വൃതാവായിട്ടില്ല, ഞാൻ പുറത്തു വരാൻ പോ. പിശാചേ, ശക്തിയോട്, ശക്തിയോട്.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മസാന്നിധ്യം ഈ ഗ്രൗണ്ടിനെ മീതെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. എന്റെ വക്കീല് എന്നെ മരണത്തിന് വിടുവിച്ചത്, എന്റെ കുടുംബത്തെ വിടുവിച്ചത് വെറുതാവല്ല. ഞാൻ ഇത് പ്രകടിപ്പിക്കാൻ തയ്യാറുള്ളവർ പ്രകടിപ്പിച്ചു. ഇതിൽ വിശ്വാസം പ്രഖ്യാപിക്കുന്ന രാത്രിയാ. എന്താ നിങ്ങൾ പ്രഖ്യാപിക്കുന്ന അറിയാമോ? ആ കൈകൾ അടിക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയുകയാണ്, എന്നേക്ക് വേണ്ടി വാദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കൈയടിക്കുന്നത്. പക്ഷെ ഞാൻ പുറത്തു വരാൻ പോകുക. അനേകരുടെ വിടുതലിന് വേണ്ടി ഞാൻ പുറത്തു വരാൻ പോകുകയാണ്. ചില മിനിറ്റ് ആരാധന മുന്നോട്ട് പോകട്ടെ. ഒരു വലിയ അഭിഷേകം ഇന്ന് രാത്രി ഇറങ്ങുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദൈവം വാദിച്ച കുടുംബങ്ങൾ, യേശു വാദിച്ച കുടുംബങ്ങൾ പുറത്തു വരികയാണ്. ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? എനിക്ക് വേണ്ടി വാദിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശത്രു കേൾക്കത്തക്ക രീതിയിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പുറത്തു വരാൻ പോകുകയാണ്. ഇങ്ങനെ കെട്ടപ്പെട്ട ചില വ്യക്തികളെ കെട്ടരിച്ചിടുവാൻ, അവരെ പുറത്തു കൊണ്ടിരുവാൻ യേശുവിനെ പുറത്തു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികൾ യേശുവിന്റെ നാമത്തില് ഈ വക്കീൽ വാദിക്കുന്ന കുടുംബങ്ങളുടെ അകത്തുനിന്ന് വർഷങ്ങളായി കെട്ടപ്പെട്ട കെട്ടുകൾ പൊട്ടിമാറുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദൈവത്താൽ ഇടപെടുന്നു. 15 വർഷമുള്ള കെട്ടുപൊട്ടിക്കുവാൻ 15 വർഷം വേണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ വിടുതൽ വ്യാപരിക്കുകയാണ്. Power. സ്തോത്രം. രാത്രിയിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. വേദപുസ്തകത്തിൽ അതിശക്തമായി ഇത് പ്രതിപാദിക്കുന്ന ഒരു ഭാഗം വേദപുസ്തകത്തിലുണ്ട്. സക്രിയ പ്രവചനത്തിൽ ഈ വാക്യങ്ങൾ കിടപ്പുണ്ട്. ഒരിക്കൽ ദൈവത്തിന്റെ മഹാപുരോഹിതനായ യോശുവ ദൈവത്തിലേക്ക് വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് പിശാച് അവനെതിരായി മറു സൈഡ് നിൽക്കുക. എന്തിനാ നിൽക്കുന്നറിയാമോ? എന്താ ഇവിടെ സംഭവിക്കുന്നറിയാമോ? യോശുവയുടെ ജീവിതത്തിൽ അതുവരെ ഇല്ലാത്ത എന്തോ ഇപ്പോൾ ലഭിക്കാൻ പോകുക. ഒരു കിരീടം അവനെ അണിയിപ്പിക്കാൻ പോകുക. അത് തടയാനാ ഈ അണ്ണൻ വന്ന് നിൽക്കുന്നത്. ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായത് നിങ്ങൾ വിടുതലിന്റെ വക്കത്തോ നിൽക്കുന്നതുകൊണ്ട്, സഭകൾക്കെതിരെ ആക്രമണം ഉണ്ടായത് വളർച്ചയുടെ വക്കത്തോ നിൽക്കുന്നതുകൊണ്ട്. പക്ഷെ ഇന്ന് രാത്രി ആര് തടഞ്ഞാലും ദൈവം തീരുമാനിച്ചതാണെങ്കിൽ അത് നടക്കുമെന്ന് വിശ്വാസി ദൈവമക്കൾ മാത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്തോ വാദം അറിയാമോ?
പറഞ്ഞു അവനെ അണിയിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം അവൻ മുഷിഞ്ഞ വസ്ത്രമായിട്ടാണ്. ശരിയാ, പിശാച് പറഞ്ഞ തെറ്റേ അല്ല, കറക്റ്റാ പറഞ്ഞത്. മുഷിഞ്ഞ വസ്ത്രമായിട്ടാണ്. മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം അണിയാൻ പാടില്ല. അതുകൊണ്ട് അവൻ നിൽക്കുന്നത്. യോശുവയ്ക്ക് വാദിക്കാൻ ഒന്നുമില്ല. യോശുവ പറയുന്ന കറക്റ്റാണ്, അവൻ പറഞ്ഞതെല്ലാം കറക്റ്റാ. അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് നിങ്ങൾ സൂക്ഷിച്ചു വായിച്ചാൽ, പിതാവിന്റെ അടുത്ത് ഇരുന്ന സ്തോത്രം കർത്താവ് ഒറ്റ വാക്കാ, ഞാൻ നിന്നെ ഫൽസിക്കും. സ്തോത്രം. യേശു പറയാ, ഞാൻ ഏറ്റെടുത്തു, ഞാൻ നിന്നെ ഫൽസിക്കുന്നു. എന്താ കാര്യം എന്നറിയാമോ? ഞാനാണ് തീയിൽ നിന്ന് ഇവനെ വലിച്ചെടുത്ത. യേശു ചോദിക്കുന്ന ചോദ്യം, സ്തോത്രം, തീക്കകത്തു ഞാൻ വലിച്ചെടുത്തെങ്കിൽ പിന്നെ നിന്റെ ഒരു വാദം കൊണ്ട് തിരിച്ച് തീക്കകത്തിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. വലിച്ചെടുത്തതാണെങ്കിൽ അവനൊരു ഭാവിയുണ്ട്, അവൻ അനുഗ്രഹിക്കപ്പെട്ടേ മതിയാകൂ. അവനെ ഞാൻ പണ്ട് വിടുവിച്ചെങ്കിൽ അടുത്തുനിന്ന് ദൂതനോട് ഒറ്റ വാക്കാണ്. സ്തോത്രം. പിശാചിനെ ഫൽസിക്കുന്ന ഇടയ്ക്ക് പറയാ, പോയി പെട്ടെന്ന് അവന്റെ ഒരു വസ്ത്രം മാറ്റാൻ. സ്തോത്രം. നോർത്ത് നോക്കൂ, പിശാചിനെ ഒരു സൈഡിൽ ഫൽസിക്കുകയും മറു സൈഡിൽ ഇവനെ ക്രമീകരിക്കുക. എന്ന് വെച്ചാൽ ക്രമീകരണ ജോലി ഞാൻ ചെയ്തോളാം. സ്തോത്രം. അവന്റെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ ഞാൻ തീർത്തോളാമെന്ന് യേശു അവനെ കവർ ചെയ്തു. ദൂത പെട്ടെന്ന് തുണി മാറ്റിക്ക, അതിനോടൊക്കെ ഞാൻ ഇവനോട് ഇടപെടാം. സ്വത്രം സ്വത്രം സ്വത്രം. മിനിറ്റുകൾക്കുള്ളിൽ പിശാച് കണ്ണൂർ നോക്കിയപ്പോൾ സുന്ദരമായ വസ്ത്രം. സ്വത്രം സ്വത്രം സ്വത്രം. വക്കീലൊരു പണിയും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ തെളിവ് പോയെന്ന്. തെളിവെടുക്കാൻ വന്നപ്പോൾ എന്താ പറഞ്ഞേ? എന്തിനു പറഞ്ഞേ? തെളിവിന് തൊണ്ടി പോയെന്ന്. ഹല്ലേലൂയ. ഇവിടെ ഫൽസനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ തൊണ്ടി അപ്രത്യക്ഷമായി. ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ കറപുറണ്ട തൊണ്ടി ക്രിസ്തുവെന്ന നീതിയുടെ വസ്ത്രം കൊണ്ട് മറയ്ക്കുന്ന വക്കീലായി ദൈവത്തെ വാഴ്ത്തുകയാണ്. അതാണ് എന്റെ വക്കീല്. ദൈവത്തെ കാഴ്ച കാണിക്കുന്നു. ആർ യു റെഡി ഫോർ ഇറ്റ്? ഇന്ന് രാത്രി ഓരോരുത്തരുടെ മുഖത്ത് നോക്കി പിശാച് പറഞ്ഞു, അവൻ അവിടെ കറ, ഇവിടെ കറ, ഇവിടെ കറ. പക്ഷെ സെക്കൻഡുകൾക്കുള്ളിൽ ശത്രു നോക്കുമ്പോൾ കാണുന്ന ഒറ്റ കാഴ്ച, അവന്റെ വസ്ത്രം മൊത്തം ചുമന്നിരിക്കുന്നു. ഒരു കറ പോലുമില്ല. മുഴുവൻ ചുമന്ന വസ്ത്രം ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് അവനെ ദൈവം മൂടിയിരിക്കുക. ഈ രാത്രിക്കാലം അതാണ് എന്റെ സാക്ഷിയെന്ന്. ഇവിടെ എന്തോ നടക്കാൻ പോകുക. ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. എന്തൊക്കെ നാളെ രാത്രി ഞാൻ പറഞ്ഞു, എന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നില്ല. ശക്തിയുടെ ഭാഗം അത് നാളെ നടക്കത്തില്ല. ഇന്ന് രാത്രി നടക്കത്തില്ല. നാളെ രാത്രിത്തോടെ, നാളെ രാത്രി സന്തോഷത്തോടെ ഇവിടെ കൂട്ട വിടുതലുകൾ ദൈവം ചെയ്യും. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി നമുക്ക് വക്കീലിനെ ഏത് വകുപ്പിനെ കിട്ടുന്ന അറിയണമല്ലോ. സ്തോത്രം. ഒരു കാര്യം ഓർക്കണം, എല്ലാ ദൈവങ്ങളൊന്നും ശ്രദ്ധിച്ചാട്ടെ. അടുത്ത 5 മിനിറ്റ് മാത്രം ശ്രദ്ധിച്ചു, അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. ഈ വക്കീലിന് കൂലി കൊടുക്കണം. കൂലി കൊടുത്ത് എത്ര കൊടുക്കണം? എന്റെ ദൈവമേ, ഇങ്ങനെ കാണാം വക്കീലിന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കിട്ടിയാൽ കോടികൾ. കാരണം ഈ വക്കീൽ വാദിച്ച ഒറ്റ കേസ് പോലും തോറ്റിട്ടില്ല. സ്വത്രം. ആടേലും ഉണ്ടോ കൂലി കൊടുക്കാൻ? കറ പോരണ്ട തുണിയുമായിട്ട് വരുമ്പോൾ പെട്ടെന്ന് വസ്ത്രത്തിൽ നിറം മാറ്റുന്നു. ഈ വക്കീലിന് കൊടുക്കാൻ എന്തുണ്ട്? ഒരു കാര്യം നിങ്ങൾ കൊടുക്കാൻ സാധിക്കും. ഒരു കാര്യം, ഒറ്റ കാര്യം. എബ്രായലേഖനം ഈ ഭാഗത്തെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ്: നാം ഏറ്റുപറയുന്ന മഹാപുരോഹിതനായ ക്രിസ്തു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഹൈ പ്രീസ്റ്റ് ഓഫ് എ കൺഫെഷൻ. ഇന്ന് രാത്രി യേശു പറഞ്ഞ ഒറ്റ കാര്യം, നിനക്കൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ നിന്റെ വായും കൊണ്ട്? ഈ വക്കീൽ എനിക്ക് സമ്മതം, ഈ വക്കീൽ എനിക്ക് വേണം, ഈ വക്കീൽ എനിക്ക് മതി, ഈ വക്കീലാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടിയത്.
എന്ന് പറയാൻ, നീ വാ തുറന്ന് പറയാൻ നീ തയ്യാറാണെങ്കിൽ ഈ വക്കീൽ കേസെടുക്കാൻ പോകുക. വിശ്വാസികൾ പറയാൻ തയ്യാറാണോ? ഇവൻ അത്ഭുത മന്ത്രിയാണ്. നിന്റെ വാ തുറന്ന്, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് വാ തുറന്ന് ഏറ്റു പറയണം. ഏറ്റു പറയുമ്പോൾ ഈ വക്കീല് ഇത് ഏറ്റെടുക്കാൻ പോകുക. ഒന്ന് ഓർത്തു നോക്കൂ, സ്വർഗത്തിലിരിക്കുന്ന വക്കീല് ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾ വാ തുറന്നൊരു വാക്ക് പറയണം. എന്റെ കുടുംബത്തെ വിടുവിപ്പാൻ ഈ വക്കീൽ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറയുമ്പോൾ സ്വർഗത്തിൽ യേശു പറയുന്നു, ആമീൻ, ഞാൻ കേസ് എടുത്തു കഴിഞ്ഞു. സ്വത്രം സ്വത്രം. അവന്റെ വാക്ക് കൊണ്ട് വന്ന അവന്റെ വാക്കിൻ വിശ്വാസത്തിൽ ഞാൻ ഇത് ഏറ്റെടുത്തിരിക്കുക. ഇന്ന് രാത്രി നിങ്ങളുടെ വായിന്ന് ഒരു വാക്ക് പുറപ്പെട്ടേ മതിയാ. പോരാ 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 പോരാ. എന്ത് വിടുതൽ വേണോ ഈ രാത്രി വായു കൊണ്ട് പുറത്തു പറ. ശുശ്രൂഷ വേണോ വിളിച്ചു പറ. ഉറക്ക വിളിച്ചു പറ. നാവും കൊണ്ട് ഏറ്റുപറയുന്ന വക്കീല്. ചിലക്കൊക്കെ പറയാൻ മടിയാ. ദൈവം പറയാ, നിനക്ക് പരസ്യമായിട്ട് അത്രയെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഞാൻ നല്ലവനാണെന്നും എനിക്കിത് ചെയ്യാൻ ശക്തിയുണ്ടെന്നും നിനക്ക് അത്രയും ചെയ്യാൻ പറ്റുമോ? യേശു രോഗികളെ സൗഖ്യമാക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, എനിക്കിത് ചെയ്യാൻ മനസ്സുണ്ടെന്നും കഴിവുണ്ടെന്നും നീ വിശ്വസിക്കുന്നു. നാട്ടുകാർ വാദിച്ചോട്ട്, ഞാൻ ഏറ്റെടുത്തോളാം. പരീക്ഷമാർ എന്തെങ്കിലും പറഞ്ഞോട്ട്, എനിക്ക് വിഷയമല്ല. പക്ഷെ നിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പറയാം, നീ വിശ്വസിക്കുന്നെന്ന്. ഇന്ന് രാത്രി ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു, എനിക്കിത് ചെയ്യാൻ ശക്തിയുണ്ടെന്ന്, ഞാൻ ചെയ്താൽ പരാജയപ്പെടത്തില്ലെന്ന് വിളിച്ചു പറയാൻ നീ തയ്യാറാണോ? പോരാ 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 പോരാ. ഹല്ലേലൂയ. ഒരു മടിയുമില്ലാതെ യേശുവേ നിനക്ക് ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ, ഏറ്റു പറയാൻ നീ തയ്യാറാണോ? ഇന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. എന്റെ ജീവിതത്തിൽ ഈ വക്കീലുമായി, ഈ യേശുവുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. പാപത്തിന്റെ അവസ്ഥകൾ എന്റെ ജീവിതത്തിലുണ്ട്. പിശാചിന്റെ ന്യായപരമായ വകുപ്പുകൾ എനിക്കെതിരാണ്. ഇന്ന് രാത്രിയിൽ എനിക്ക് വക്കീലിനെ വേണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് വക്കീലിനെ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ആദ്യമായി ഈ വക്കീലിനെ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവര് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആ കൈകളൊന്ന് വീക്ഷിക്കാട്ടെ. നൂറുകണക്കിന് കൈകൾ ഇവിടെ നിന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഈ കൂട്ടായ്മ ആഗ്രഹിക്കുകയാണ്. ആമീൻ. നിങ്ങളുടെ കയ്യിൽ ഈ കാർഡുകൾ ലഭിക്കും. ഇത് കഴിയുമെങ്കിൽ പൂരിപ്പിക്കുക. നിങ്ങളോട് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ദൈവം ഒരു ചോദ്യം ചോദിക്കുക. ആമീൻ. എനിക്ക്, ഞാൻ വാദിച്ചാൽ നിന്റെ കുടുംബത്തിന് വിഷയത്തിന് വിടുതൽ കിട്ടുമെന്ന് ഏറ്റുപറയാൻ, അത്രയെങ്കിലും എന്നിൽ വിശ്വാസമുണ്ടെന്ന് പറയാൻ നീ തയ്യാറാണെങ്കിൽ ഒന്ന് പറയുകയോ കൈകൾ ഉയർത്തുകയോ, ഒത്തിരി ധൈര്യമുള്ളവരെ എഴുന്നേറ്റ് നിൽക്കുകയോ എന്തെങ്കിലും ചെയ്താട്ടെ. ഇത് വിളിച്ചറിയിക്കുന്നത്, എന്റെ ഈ വക്കീല് എന്റെ കുടുംബത്തിന്റെ വിഷയം ഏറ്റെടുത്താൽ എത്ര ന്യായപരമായ എതിർപ്പുണ്ടെങ്കിലും അവൻ എന്നെ വിടുവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം എഴുന്നേൽക്കാൻ തയ്യാറുള്ളവർ എഴുന്നേറ്റാട്ടെ. ഇന്ന് രാത്രി ശബ്ദം ഉയർത്താൻ പോകുക. ഇവിടെ ആരാധന വെളിപ്പെടാൻ പോകുക. ഈ ആരാധന കഴിയുമ്പോൾ സ്തോത്രം, ദൈവം എന്നെ കാണിക്കുന്ന കാഴ്ച, ചില വ്യക്തികളുടെ മീതെ ദൈവിക അഭിഷേകം, ദൈവിക ശുശ്രൂഷകൾ, ദൈവികമായ അനുഗ്രഹങ്ങൾ, അഭിഷേകത്തിന്റെ തുളുർപ്പ്, കമോൺ ഹല്ലേലൂയ, കുടുംബത്തിന് വിടുതലുകൾ, രോഗസൗഖ്യങ്ങൾ ഇന്ന് രാത്രിയോടെ വ്യാപരിക്കാൻ പോകുക. ആർ യു റെഡി? എല്ലാവരും സ്റ്റേജിൽ ഇരിക്കുന്നവർ, എഴുന്നേൽക്കാൻ തയ്യാറുള്ളവർ എഴുന്നേറ്റാട്ടെ. ഒരു മിനിറ്റ് എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവം ചോദ്യം ചോദിക്കുന്നു, യേശു ചോദ്യം ചോദിക്കുന്നു, എനിക്ക് വേണ്ടിയത് നിന്റെ ഒരു കൺഫെഷൻ. ഏതെങ്കിലും വക്കീൽ കേസ് എടുക്കണമെങ്കിൽ നമ്മളൊരു റീറ്റെയിനർ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, ഒന്ന് എഴുതി കൊടുക്കണം. ഞാൻ അതിനങ്ങേ അധികാരപ്പെടുത്തുന്നു. ഇന്ന് രാത്രി അത്രയെങ്കിലും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവേ, എന്റെ കുടുംബത്തിന്റെ വിഷയം ശരിയാക്കാൻ ഞാൻ അങ്ങേ
യേശു പറഞ്ഞു, മനുഷ്യന്റെ മുൻപിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാൻ നിങ്ങളെ കുറിച്ച് ഏറ്റുപറയാൻ പോകുക. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ആമീൻ പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ യേശു നിനക്ക് വേണ്ടി വാദം തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. Are you ready? Get ready. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. എല്ലാരും പ്രാർത്ഥിച്ചു തുടർന്ന് ആരാധിക്കാൻ പോകുക. ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ രോഗമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ ആയിക്കൊള്ളട്ടെ, ഇന്ന് രാത്രികാലം ഞാനിതാ അത് യേശുവിലെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, അത് ചെയ്യാനുള്ള കഴിവ് എന്റെ യേശുവിനുണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കൾ മാത്രം മനസ്സിലല്ല, വാ തുറന്ന് ഏറ്റുപറയും മഹാപുരോഹിതൻ വിളിച്ചു പറഞ്ഞാട്ടെ, ഉറക്കെ വിളിച്ചു പറഞ്ഞാട്ടെ. അതുപോലെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, ആദ്യമായിട്ട് ദൈവസ്പർശനം അനുഭവിക്കാൻ താല്പര്യപ്പെടുന്ന ആരുണ്ട് അവർക്ക് വേണ്ടി മാത്രം മുൻപിൽ കുറച്ചു പേർക്ക് മാത്രം മുൻപിൽ വരാനുള്ള അവകാശമുണ്ട്. എല്ലാരും വരരുത്, അതിനുള്ള അവസരം നമുക്ക് വിടില്ല. മുൻപിൽ ഒട്ടും തന്നെ സ്ഥലമില്ല. എന്നാൽ നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞാട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കെട്ടപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ വിടുതൽ പ്രാപിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങൾ ഇന്ന് രാത്രി നടക്കുകയാണ്. എല്ലാവരും ശബ്ദമുയർത്തി, നിങ്ങൾക്കുള്ള മുഴു ശബ്ദമുയർത്തി. നിങ്ങൾക്കെതിരെ വാദിക്കുന്നവൻ വെറും സാധാരണക്കാരനല്ല, ശക്തിയുള്ളവനാണ്. പക്ഷെ ഇന്ന് രാത്രി അതിനേക്കാളും ശക്തനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന, പക്ഷേ ആ വാക്കിൽ ഒന്ന് മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണം, ഒരു വിശ്വാസ വാക്ക്, ഒരു വിശ്വാസ പ്രഖ്യാപനം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഉറക്കെ ഈ ഗ്രൗണ്ടിൽ ദൈവമക്കളുടെ വിശ്വസിക്കുന്നവരുടെ ശബ്ദം ഒന്ന് ഉയരട്ടെ. ഈ രാത്രി എത്ര വിളിച്ചു പറയാൻ തയ്യാറാ? യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിന് വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ എനിക്ക് സൗഖ്യമുണ്ട്. വിളിച്ചു പറഞ്ഞാട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ പോകുക. ആരെങ്കിലും വാ തുറന്നേ മതിയാകും. ഇനിയും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്, പ്ലീസ്. ഹല്ലേലൂയ. വോളണ്ടിയേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ നടക്കരുത്. എല്ലാവരും നിൽപ്പിൽ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ദൈവം ശക്തമായി ഇടപെടുക. എത്ര വിളിച്ചു പറയും, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ നോക്കി പിശാച് പറയുന്നു, അവൻ ഇന്ന കുറ്റം ചെയ്തതുകൊണ്ട് അവനെ വിടുവിക്കാൻ പറ്റത്തില്ല. യേശു പറയുന്നു, അവൻ ചെയ്ത സകല കുറ്റത്തിനും ഞാൻ അതിനു വേണ്ടിയുള്ള സകല ശിക്ഷയും ഏറ്റെടുത്ത് പിതാവേ അവൻ ഇന്ന് രാത്രിയിൽ വിടുവിക്കപ്പെടട്ടെ. ഓ പിശാച് പറയും, അവനെ തൊടാൻ പറ്റത്തില്ല, അവനെ വിടുവിക്കാൻ പറ്റത്തില്ല, കാരണം അവന്റെ ജീവിതത്തിൽ ഇന്ന കുറവുകളുണ്ട്. യേശു പറയും, അവൻ എന്നിൽ നീതിമാനാണ്. ഹല്ലേലൂയ. വാദിക്കുന്ന വക്കീല് നിങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി യേശു പറയുന്നു, നിങ്ങൾ കൂടെ ചേരാൻ തയ്യാറാണോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ ചിലരെ നോക്കി പിശാച് പറയുന്നു, അവന് ഈ വിടുതൽ കിട്ടുവാൻ പറ്റത്തില്ല. വർഷങ്ങളായി അവൻ ബന്ധനത്തിൽ കിടക്കുക. യേശു പറയുന്നു, ഞാൻ നിന്നെ ഫൽസിക്കുന്നു പിശാചേ. ഇന്ന് രാത്രി അവന് കൊടുക്കാനുള്ളത് കൊടുത്തട്ടെ ഞാൻ പോകത്തുള്ളൂ. ഞാൻ തുടങ്ങി വെച്ചത് ഞാൻ നിർത്തത്തില്ല. ഞാൻ തുടങ്ങുന്നവൻ മാത്രമല്ല, ഒമേഗയും കൂടെയാണ്, അൽഫയും ഒമേഗയും കൂടെയാണ്, ആദ്യനും അന്ത്യനുമാണ്. അവന്റെ കുടുംബത്തിൽ ഞാൻ ആരംഭിച്ചെങ്കിൽ പൂർത്തീകരിക്കാൻ ശക്തനാണ് ഞാൻ. സ്തോത്രം. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യേശുവിനെ ഇന്ന് രാത്രിയിൽ പരാജയപ്പെടുത്താം. യേശു നിങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് പറയാനിരിക്കട്ടെ, ഓ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇന്ന് രാത്രി രണ്ടുപേര് ഐക്യപ്പെട്ടാൽ മാത്രമേ വിടുതൽ നടക്കത്തുള്ളൂ. ഒന്നി നിങ്ങളും യേശു, അല്ല നിങ്ങളും എതിർവക്കീലും. സ്വത്രം 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 സ്വത്രം. ഇന്ന് രാത്രി എതിർവക്കീലുമായിട്ട് ചേർന്നാൽ നിങ്ങളുടെ കേസ് പോക്കാ. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊരു വാദിക്കുന്ന വക്കീല് പറയുന്നു, സകലതും എനിക്ക് സാധിക്കും,
ഞാൻ അത്ഭുത മന്ത്രിയാണ്, എന്നാൽ സകലതും കഴിയും. ഇന്ന് രാത്രി ആ വക്കീലോട് ചേർന്ന് നിങ്ങൾ പറയാൻ തയ്യാറാണോ? എന്റെ യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ രാത്രി അടുത്ത ചില മിനിറ്റുകൾ നടന്ന് മുന്നോട്ട് വരേണ്ടവർക്ക് മുന്നോട്ട് വരാം. നടന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം. നിന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക് ഉറക്കം നിന്ന് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകന്മാർ റെഡിയാകട്ടെ. യേശു ചിലരെ നോക്കി പറയുന്നു, ഈ നാളുകളിൽ അധികം പേര് ചെയ്യാത്ത ഒരു വലിയ ശുശ്രൂഷ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുക. പിശാച് പറയുന്നു, അവനവന് കഴിവില്ല. ഈ രാത്രി യേശു പറയാണ്, എനിക്ക് വേണ്ടി നീ എന്റെ കൂടെ യോജിക്കുമോ അവന്റെ കൂടെ യോജിക്കുമോ? ഈ രാത്രി വിളിച്ചു പറ, ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ ആത്മാവിനാൽ ഇത് സാധിക്കും. ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക, ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക. യേശു പറയുന്നു, നിന്റെ രോഗം എത്ര വലിയ രോഗമാണെങ്കിലും ഒറ്റ വാക്കിനാൽ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ആ വക്കീലോട് യോജിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല കാട്ടക്കട ഉണ്ടോന്ന്, പക്ഷെ ഉള്ളവര് ഒന്ന് ശബ്ദം ഉയർത്തി ആമീൻ പറഞ്ഞാട്ട്. ക്യാൻസറുകൾ സൗഖ്യമാക്കാൻ ഈ യേശുവിന് സാധിക്കും. അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുവിന് സാധിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. സംതിങ് മൈറ്റി എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവം ഒരു ശബ്ദം ഇടപെടുന്നു. ആമീൻ. ട്രിവാൻഡ്രത്തിൽ, കാട്ടാക്കടയിൽ, കേരളത്തിൽ ഒരു വലിയ ഉണർവിന്റെ ജ്വാല കത്താൻ പോകുക. പിശാച് പറയുന്നു അതിനുള്ള യോഗ്യത ആ സ്ഥലത്തിനില്ല എന്ന്. യേശു പറയുന്നു, എന്റെ കൂടെ ആമീൻ പറയാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവര് ശബ്ദം ഉയർത്തട്ടെ. ഓ, യേശു പറയുന്നു, നഷ്ടപ്പെട്ട നിന്റെ മകനെ, നഷ്ടപ്പെട്ട നിന്റെ മകളെ ഞാൻ മടക്കി വരുത്താൻ പോകുകയാണ്. പിശാച് പറയുന്നു സാധ്യമല്ല. യേശു പറയുന്നു, എന്റെ കൂടെ അത് വിശ്വസിക്കുന്ന ആമീൻ പറയാൻ തയ്യാറുള്ളവർ മാത്രം ഏറ്റു പറഞ്ഞാട്ട്. അന്ന് രാത്രി 2 പേര് ഐക്യപ്പെട്ടാൽ ഈ കേസ് ജയിച്ചു. ഓ, ബൈബിൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഐക്യമപ്പെട്ടാൽ സ്വർഗത്തിലും ഇത് ഐക്യമപ്പെടും. സ്വർഗത്തിൽ ഏറ്റുപറയപ്പെടും. ഈ രാത്രി തയ്യാറാണോ? യേശു രാത്രി വിളിച്ചു പറയുന്നു, വർഷങ്ങളായി നിന്റെ ബന്ധനത്തെ ഈ രാത്രി ഞാൻ അഴിച്ചുവിടാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് പറയാൻ തയ്യാറാണ്, ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവിന് അതിന് സാധിക്കും? പ്രാർത്ഥിച്ചോണ്ടിരുന്നാട്ടെ. ദൈവം പറയുന്നു, ഞാൻ നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പോകുന്നതും ഞാൻ നിന്റെ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നതും നീ ഒന്ന് ഏറ്റു പറയാൻ തയ്യാറാണോ? ഏറ്റു പറയാൻ തയ്യാറാണോ? ഞാൻ ഒന്നുകൂടെ ചോദിച്ച, ശുശ്രൂഷകന്മാർ ഏറ്റു പറയാൻ തയ്യാറാണോ? ഈ രാത്രി വക്കീൽ വന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി വാദിക്കുവാൻ. നിന്റെ തലയിൽ ഒരു കിരീടം വെച്ച് അടുത്ത അഭിഷേകത്തിലേക്ക് നടത്തുവാൻ വക്കീൽ വന്നിട്ടുണ്ട്. പക്ഷെ നീ ഏറ്റു പറയാൻ തയ്യാറാണോ? ഇന്ന് രാത്രി രോഗികൾ ഇവിടെ സൗഖ്യമാകാൻ പോകുക. ഇവിടെ ഇന്ന് രാത്രി കുടുംബങ്ങളുടെ വിടുതലുകൾ നടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ കുറിച്ചു വെച്ചോ, ഇവിടെ അനേക വിടുതലുകൾ ഇന്ന് രാത്രി നടക്കാൻ പോകുക. അനിസം വന്നതുകൊണ്ടല്ല, നിങ്ങളുടെ കുറവ് കണ്ടിട്ട് നിങ്ങൾ അവനിൽ വിശ്വസിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീല് ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് സംഭവിക്കാൻ പോകുന്നത്. Are you ready? ഒരു പാട്ടിന്റെ ഈരടികൾ പാടി ഇവിടെ ആരാധിക്കാൻ പോകുക. ശ്രദ്ധിക്കുക, 2 വഴികൾ പാട്ടുകൾ മാത്രമേ പാടത്ത്. അത് കഴിയുമ്പോൾ ആമീൻ അന്യഭാഷയിൽ ആരാധിക്കുന്നവർ, കൈകൾ അടിച്ച് ആരാധിക്കാൻ പറ്റുന്നവർ, സ്തോത്രം പറഞ്ഞ് ആരാധിക്കാൻ പറ്റുന്നവർ ആരാധിച്ചാട്ട് ആ സമയത്ത് ഇവിടെ കൂട്ട വിടുതലുകൾ നടക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ കുറവ് അറിഞ്ഞിട്ട് നിങ്ങൾക്കൂടി വാദിക്കുന്ന വക്കീല് ഇന്ന് രാത്രിയോട് വന്നിട്ടുണ്ട്. അവൻ വാദിച്ചാൽ മരണമല്ല, ജീവനുണ്ടാകും. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആവിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആവിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ
ഇടറുകയില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ഓ ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ. ഇന്നു കണ്ട വിഷയമേ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട വിഷയമേ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. വാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, വാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസന്മാർ കൈകൾ കോർത്തു പിടിക്കാൻ പറ്റുമെങ്കിൽ കൈകൾ കോർത്തു പിടിച്ചാട്ടെ. സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസന്മാർ കഴിയുമെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ യേശു നിങ്ങളെ തൊടാൻ പോകുകയാണ്. ശക്തമായ ദൈവ സാന്നിധ്യം ഞാനിവിടെ അനുഭവിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ കെട്ടപ്പെട്ടവരുടെ കെട്ടുകൾ അരിഞ്ഞു പുറത്തു വരാൻ പോകുകയാണ്. ക്ഷീണിച്ചിരുന്ന ചില വിശ്വാസികൾ ഇതാ പുറത്തു വരാൻ പോകുകയാണ്. ആമേൻ. നഷ്ടപ്പെട്ട ചില വ്യക്തികൾ ഇതാ മടങ്ങി വരാൻ പോകുകയാണ്. വ്യത്യസ്ത അവകാശം പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ശരീരത്തിലും ആമേൻ പ്രതികൂലമിട്ട ശത്രുശക്തികൾ ഇന്ന് രാത്രി വിട്ടുമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ.
ഓ ഈ ദൈവ സാന്നിധ്യം ഇതാ ശക്തമായി വ്യാപരിക്കുന്നു, ശക്തമായി വ്യാപരിക്കുന്നു. വ്യക്തികൾ അനുഭവിക്കത്തക്ക രീതിയിൽ ഈ രാത്രി ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. അനുഭവിക്കത്തക്ക രീതിയിൽ ശുശ്രൂഷകമാണ് മീത് ഈ ശക്തി വ്യാപരിക്കുന്നു. കുടുംബങ്ങൾക്ക് മീത് ഓ എല്ലാരും പ്രാർത്ഥിച്ചോണ്ടിരുന്നാട്ടെ. ദൈവശക്തിയോട് വ്യാപരിച്ചുകൊണ്ടിരിക്കുക ശക്തമായ നിലയിൽ, ശക്തമായ നിലയിൽ. എല്ലാരും പ്രാർത്ഥിച്ചോണ്ടിരുന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കെട്ടപ്പെട്ട വ്യക്തികളെ കെട്ടുകൾ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾ, രോഗാത്മാക്കൾ, പ്രതികൂലങ്ങളുടെ പുറകിൽ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തികൾ ഈ രാത്രിയിൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാരും എല്ലാരും പ്രാപിച്ചോ അങ്ങ് പുറകെ അറ്റം വരെ. യേശുവേ, എനിക്ക് ഈ ആവശ്യമുണ്ട്. എന്റെ സ്വന്തം നീതി കൊണ്ട് എനിക്കിത് പ്രാപിക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങ് എനിക്ക് വേണ്ടി വാദിച്ചാൽ എനിക്കിന്ന് രാത്രി രക്ഷയുണ്ട്, എനിക്കിന്ന് രാത്രി സൗഖ്യമുണ്ട്, എനിക്കിന്ന് രാത്രി വിടുതലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അവര് മാത്രം 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 ഒരു ശബ്ദത്തോട് കൈകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ട്. Something is happening. യേശുവേ, യേശുവേ, ഇന്ന് രാത്രി അങ്ങ് എനിക്ക് വേണ്ടി വാദിക്കുന്നതുകൊണ്ട് എന്റെ കുടുംബത്തിന് വിടുതലുണ്ട്, എന്റെ ജീവിതത്തിന് വിടുതലുണ്ട്. Oh, something is happening. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ബലവാന്റെ കയ്യിൽ നിന്നും കൊള്ള തിരിച്ചെടുക്കാൻ പറ്റുമോ? നിഷ്കണ്ണന്റെ കയ്യിൽ നിന്ന് കവർച്ച തിരിച്ചെടുക്കാൻ പറ്റുമോ? ദൈവം പറയുക, മാനുഷികമായി പറ്റത്തില്ല, പക്ഷേ സാധിക്കും. കാരണം ഞാൻ നിനക്ക് വേണ്ടി പോരാടാൻ പോകുക, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്ക് പരിചയമുള്ള ആളാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ കൈകൾ കോർത്തു പിടിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കൈകൾ കോർത്തു പിടിച്ചാട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ കൈകൾ ഒന്ന് ഉയർത്തണം. സകല നാമത്തിൽ മേലായ യേശുവിനെ ഏറ്റുപറയാൻ പോകുക. നിങ്ങൾ ഇവിടെ ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരുടെ മുൻപിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഇത് യേശു ഇന്ന് രാത്രി വാദിക്കുകയാണ്. അത് വിശ്വസീയ മക്കൾ മാത്രമോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ വിടുതലുകൾ ഇന്ന് രാത്രി നടന്നുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ആ പിടിച്ച കൈകൾ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കാട്ടെ. എന്നിട്ട് ആ നാമം ഒന്ന് ഉറക്കെ വിളിച്ചു പറ. സകല നാമത്തിനും മേലായ നാമമായ യേശുവിന്റെ നാമം ഒന്ന് ഉറക്കെ വിളിച്ചു പറ. കാട്ടാക്കടയിൽ വിടുതൽ നടക്കണമെങ്കിൽ ഒറ്റ നാമമേ ഉള്ളൂ, യേശുവിന്റെ നാമം. ഇപ്പോൾ മിന്നൽ പ്രകാശം അടിക്കുന്ന പോലെ ചില വ്യക്തികളുടെ മീതെ ദൈവശക്തി അടിച്ച് രോഗികൾ സൗഖ്യമാകുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. വൈദ്യുതി വ്യാപാരം പോലെ ദൈവശക്തിയാൽ രോഗികൾ സൗഖ്യമാകുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. നിന്നെ കെട്ടിയ കെട്ടുകൾ ഇതാ അഴിഞ്ഞു മാറി. മിനിറ്റുകൾ സ്തുതിച്ചാട്ടെ. ബ്രദർ മുന്നോട്ട് കൈകളൊന്ന് പിടി. ബ്രദറിന്റെ പേരെന്തുവാ? സ്തോത്രം. വാട്ട് ഈസ് യുവർ നെയിം?
കർത്താവേ, ദൈവം വാദിച്ച് ശുശ്രൂഷയിൽ ഇത്ര നാൾ നിർത്തിയെങ്കിൽ അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ഈ ബ്രദറിനെ അടുത്ത ലെവലിലേക്ക് കയറ്റുന്ന ഒരഭിഷേകം ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ഇന്ന് രാത്രിയിൽ നീ ബലപ്പെടാൻ പോകുക, ആത്മാവിൽ ബലപ്പെടാൻ പോകുക. നിന്നിൽ കൂടെ ആയിരങ്ങളെ ബലപ്പെടുത്തുന്ന ഒരഭിഷേകം ദൈവം പകരാൻ പോകുകയാണ്. പ്രാപിക്കുക in the name of Jesus. Yes, yes. യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷയുടെ അഭിഷേകം ചില വ്യക്തികളിൽ വ്യാപരിക്കട്ടെ. ഇത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ. സ്റ്റേജിൽ മാത്രമല്ല, പുറകെ അറ്റം വരെ ദൈവത്തിനാമം നിങ്ങളെ തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ബലം പ്രാപിക്കുക. ആ കണ്ണാടിയിട്ടിരിക്കുന്ന ആ ദൈവദാസന് മീതെ ഒരു ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തില് പ്രാപിക്കുക, പ്രാപിക്കുക. ചിലപ്പോൾ അഭിഷേകം, ശുശ്രൂഷയുടെ അഭിഷേകം ദൈവം അയക്കുന്ന കാഴ്ച ആത്മാവിൽ കാണുകയാണ്. Receive it in the name of Jesus. Power, power. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രികൾ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. പ്രാപിക്കുക, പ്രാപിക്കുക. ഇത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ, ആത്മാവിനാൽ. യെസ്, യെസ്. അവിടെ കിടത്തി, അവിടെ കിടത്തി, അവിടെ കിടത്തിക്കോ, അവിടെ കിടത്തിക്കോ. നിങ്ങൾക്ക് എന്തുവാണ് വിടുതൽ വേണ്ടത് അത് ഏറ്റു പറഞ്ഞാട്ടെ. എങ്ങനെ ഏറ്റു പറയുന്നത്? എന്റെ യേശു ക്രിസ്തുവിന് അത് വിടുവിപ്പോളെ ശക്തിയുണ്ടെന്നും അധികാരമുണ്ടെന്നും ഒന്ന് ഉറക്കെ ഏറ്റു പറഞ്ഞാട്ടെ, ഏറ്റു പറഞ്ഞാട്ടെ. ആ വാദമാണ് സ്വർഗത്തിൽ നിന്ന് രാത്രി നിങ്ങൾക്ക് അനുകൂല വാദമായി മാറാൻ പോകുന്നത്. ഏറ്റു പറഞ്ഞു. കൈകൾ ഉയർത്തി ഏറ്റു പറഞ്ഞെങ്കിൽ ഉയർത്തി ഏറ്റു പറഞ്ഞു. എങ്ങനെയൊക്കെ ഏറ്റു പറയാൻ പറ്റുമോ ഏറ്റു പറഞ്ഞാട്ട്. ഒരു ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റബല റബല റബ ശണ്ടല റബല റബ ശണ്ട ഊടല റബ ശണ്ടല റബ ശണ്ടേ. എല്ലാ ദൈവമക്കളും നാളെ പ്രാർത്ഥന കടന്നു വരട്ടെ. സ്തോത്രം. നമുക്കൊന്നുകൂടെ പോകേണ്ടിരിക്കും, തിരിച്ചു പോകാം. ഈ മീറ്റിംഗ് കഴിഞ്ഞു, പക്ഷെ നമുക്കൊന്നും കൂടെ ആ പാട്ടുകൾ പാടി സന്തോഷത്തോടെ കടന്നു പോകാം. ഇന്ന് രാത്രിയിൽ യേശുവിനെ തൊട്ടെന്ന് അനുഭവിച്ചറിഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, കൈകളൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ. അനുഭവിച്ചവർ, അനുഭവിച്ചവർ സ്തോത്ര, ഉയർത്തിയ കൈകൾ ഒന്ന് വീക്ഷിക്കാട്ടെ. കൈകൾ താത്തോട്. ഇന്ന് രാത്രി എനിക്കുണ്ടായിരുന്ന രോഗം ഓൾറെഡി മാറിയതായി ഞാൻ അനുഭവിക്കുന്ന അറിയുന്നവർ മാത്രം കൈകൾ ഉയർത്തി യേശുവിന് നന്ദി കൊടുക്കുവാൻ കൈകൾ ഉയർത്തിക്കാട്ടെ. സ്തോത്രം. അടുത്ത ദിവസങ്ങൾ ഒത്തിരി സാക്ഷ്യങ്ങൾ ഉയരാൻ പോകുകയാണ്. God richly bless you. നാളെ രാത്രി കാണാം. ഇന്ന് കണ്ട മിസ്രൈമിനെ മലകളെ മെതിച്ചു നുറുക്കും അവൻ. കുന്നുകളെ ബസ്സിന് പോകേണ്ടവർക്ക് പോകാം, ബസ്സിന് പോകേണ്ടവർക്ക് ബസ്സിന് പോകാം. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ആരാധിക്കാം. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. ഇന്നു കണ്ട മിസ്രൈമ്യരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമ്യരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. വാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, വാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിൽ